ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരം ഹാർദം യുക്തം ഹ്യഖിലചിദചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാദ് ഗുണിച പരമം ബ്രഹ്മകമിദം സമാധിഷ്ടം യൈസ്താൻ അപി സതതമീഡേ ഗുരുവരാൻ ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാര നാശം വിധായ ഹി തതോദയതേ വിവേകഃ. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി ഓം തത്സത്. ജയഗുരു ജയഗുരു. നമുക്ക് പതിവ് പോലെ ഒരു 3 തവണ എല്ലാവരും കൂടി ഓംകാരം ജപിക്കാം. കൈ കോർത്ത് മടിയിൽ വയ്ക്കൂ. കണ്ണടച്ച് ആകാവുന്നിടത്തോളം നിവർന്ന് മനസ്സും വായും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ലോകം മുഴുവനും വ്യാപിക്കണം, പ്രസരിക്കണം നമ്മുടെ ഈ സംയുക്ത സ്വരം. അതാണതിൽ പ്രധാനം. നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകമായൊരു പ്രയോഗ സാമർഥ്യമാണത്. ഹരി ഹരി. ഓ ഹരി ഓം തത്സത്. ജയഗുരു. മൂന്നാമത്തെ അധ്യായത്തിൽ 12ാമത്തെ ശ്ലോകം മുതൽക്ക് ചൊല്ലാം. നിസ്പൃഹം മാനസം യസ്യ നിസ്പൃഹം മാനസം യസ്യ നൈരാശ്യേപി മഹാത്മനഃ നൈരാശ്യേപി മഹാത്മനഃ തസ്യ ആത്മജ്ഞാനതൃപ്തസ്യ തസ്യാത്മജ്ഞാനതൃപ്തസ്യ തുലനാ കേന ജായതേ തുലനാ കേന ജായതേ സ്വഭാവാദേവ ജാനാനോ സ്വഭാവാദേവ ജാനാനോ ദൃശ്യമേതന്ന കിഞ്ചന ദൃശ്യമേതന്ന കിഞ്ചന ഇദം ഗ്രാഹ്യമിദം ത്യാജ്യം ഇദം ഗ്രാഹ്യമിദം ത്യാജ്യം സഖിം പശ്യതി ധീരധീഃ. സഖിം പശ്യതി ധീരധീഃ. ഇനി ഇവിടെ എഴുതിയിട്ടുള്ള ശ്ലോകം. അന്തസ്ത്യക്തകഷായസ്യ അന്തസ്ത്യക്തകഷായസ്യ നിർദ്വന്ദ്വസ്യ നിരാശിഷഃ നിർദ്വന്ദ്വസ്യ നിരാശിഷഃ യദൃച്ഛയാഗതോ ഭോഗോ യദൃച്ഛയാഗതോ ഭോഗോ ന ദുഃഖായ ന തുഷ്ടയേ ന
ദുഃഖായ ന തുഷ്ടയേ ഹന്താത്മജ്ഞസ്യ ധീരസ്യ ഹന്താത്മജ്ഞസ്യ ധീരസ്യ ഖേലതോ ഭോഗലീലയാ ഖേലതോ ഭോഗലീലയാ നഹി സംസാരവാഹികൈഃ നഹി സംസാരവാഹികൈഃ മൂഢൈഃ സഹ സമാനതാ മൂഢൈഃ സഹ സമാനതാ. ഹന്ത ആത്മജ്ഞസ്യ ധീരസ്യ ഖേലതോ ഭോഗലീലയാ നഹി സംസാരവാഹീകൈഃ മൂഢൈഃ സഹ സമാനതാ. നമ്മളെല്ലാവരും ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. ആധുനിക ലോകത്തിൽ ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യയ്ക്കും വളരെയധികം സ്ഥാനവും മാനവുമൊക്കെ ഉള്ളതാണ്. അതിശയാവഹമായ കണ്ടുപിടുത്തങ്ങളൊക്കെ നമുക്ക് അവകാശപ്പെടാം. അങ്ങനെ പല കാര്യങ്ങളുമുണ്ടെങ്കിൽ ഇവിടെ വലിയ ഒരഭാവം നമ്മുടെ അറിവിലുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കുമോ? പറയുന്ന സമയത്ത് നമ്മൾ ആദ്യമേ മുതൽക്കൊരു കുട്ടി പെറ്റ് പുറത്തു വന്നു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാവുന്നത് ഭൂസ്പർശമാണ്. ആ സ്പർശം അത് വളരെ പ്രധാനമാണ്. നമ്മുടെ ജാതകമൊക്കെ എഴുതുമ്പോൾ ഭൂസ്പർശം അതാണ് ഇതിൽ പ്രധാനം. അമ്മയുടെ വയറ്റിലായിരുന്നു, ഭൂമിയൊന്നും അറിയില്ല ആ കുട്ടിക്ക്. യോനിമുഖത്തിലൂടെ പ്രസവം നടന്ന് ഭൂമിയിൽ അങ്ങോട്ട് സ്പർശിച്ചാൽ അപ്പോഴാണ് അതിന് തനതായിട്ടുള്ള ഒരു വ്യക്തിത്വം, ഒറ്റയ്ക്കൊരു ജീവനായി ജീവിക്കുന്നത്. പൊക്കിൾക്കൊടി മുറിച്ചാലോ അത് മുഴുവനുമായി. പിന്നെ തനിക്ക് സ്വയം ശ്വാസം എടുത്തുകൊണ്ട് വേണം പുറപ്പെടാൻ. അന്ന് മുതൽക്ക് ആ കുട്ടി എത്ര വയസ്സ് വരെ വളർന്നാലും സമ്പർക്കം നടത്തുന്നതും അറിവ് ശേഖരിക്കുന്നതുമെല്ലാം ഈ ഇന്ദ്രിയങ്ങൾക്ക് മാത്രം ഗോചരമായിട്ടുള്ള ഈ ലോകവസ്തുക്കളെ സംബന്ധിച്ചാണ്. ആ കുട്ടി ഒരു ജീവനായി തൻ്റെ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളെ വിനിയോഗിച്ച് ബാഹ്യവസ്തുക്കളെ കുറിച്ചുള്ള അറിവാണ് അന്ന് മുതൽക്ക് നമുക്കുള്ളത്. ഈ അറിവിൽ ഒരു ഘടകം നമ്മൾ നഷ്ടപ്പെടുന്നു. അതെന്താണത്? ദൃശ്യം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം കാണപ്പെടുന്നത് എന്നാണ്. കാണപ്പെടുന്നത് എന്ന് പറയുമ്പോൾ കാണുന്നവൻ അവിടെ വേറെ നിൽക്കുന്നു. കാണുന്നവനില്ലാണ്ട് കാണപ്പെടലുണ്ടാവുമോ? ഒരു വസ്തുവുണ്ട്, അതിനെ ആരെങ്കിലും ഒരാൾ നോക്കി കാണുമ്പോഴാണല്ലോ ആ ആളാൽ ആ വസ്തു കാണപ്പെട്ടു എന്ന് പറയുക. ഇതിലിപ്പോൾ വസ്തുവോ മുമ്പ് ഈ കാഴ്ചയെ സംബന്ധിച്ചിടത്തോളം, അതോ കാണുന്നവനോ മുൻപ്? എവിടുന്നാണ് ഈ കാഴ്ച തുടങ്ങുന്നത്? എവിടെയാണത് അവസാനിക്കുന്നത്? ഈ ഒരു ചോദ്യം വരണം. അപ്പോൾ ഈ കാണുന്നത് മുഴുവൻ ദൃശ്യപ്രപഞ്ചം, ദൃശ്യലോകം, ദൃശ്യവസ്തുക്കളാണ്. ആ ദൃശ്യവസ്തുക്കളെ സംബന്ധിച്ചാണ് നമ്മുടെ സയൻസും ടെക്നോളജിയും സാങ്കേതിക വിദ്യയും ഒക്കെ ഉള്ളത്. എന്നാൽ ഈ വിദ്യ ആർക്കാണ് ഉണ്ടാവുന്നത്? ആരാണ് ഈ വിദ്യ ശേഖരിക്കുന്നത്? എവിടെയാണ് ഇത് സൂക്ഷിക്കുന്നത്? ഇതിൻ്റെ ഉടമസ്ഥൻ ആരാ എന്ന് ചോദിച്ചാൽ ആ ഒരു ദൃഷ്ടൃമേഖലയുണ്ടല്ലോ, ദ സിയർ ഡൊമെയിൻ എന്ന് പറയുന്ന ഡൊമെയിൻ. ദൃശ്യമാകുന്നുണ്ടെങ്കിൽ അത് ദ്രഷ്ടാവിൻ്റെ മുൻപിലാണ്. ആ ദ്രഷ്ടാവും ദൃശ്യവും എപ്പോഴും വേറിട്ടതാണ്. ഞാൻ ഒരു വസ്തു കാണുന്നുണ്ടെങ്കിൽ എനിക്ക് കാണാനുള്ള വസ്തു എന്നിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് എൻ്റെ മുൻപിൽ നിൽക്കണം. അപ്പം ഞാനും ആ വസ്തുവും വ്യത്യാസമുള്ളത് കൊണ്ടാണ് ദർശനം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ എന്നെയും ആ ദൃശ്യവസ്തുവേയും ബന്ധിപ്പിക്കുന്നത്. അതാണ് ഈ ദർശനം. അപ്പോൾ ഈ ദൃശ്യവസ്തു, ദൃശ്യപ്രപഞ്ചം എന്ന് പറയുമ്പോൾ അതിനെല്ലാറ്റിനും കൂടി ഒരു ദ്രഷ്ടാവുണ്ട്. ആ ദ്രഷ്ടാവിനെ സംബന്ധിച്ച ഒരറിവും നമ്മുടെ സാങ്കേതിക വിദ്യയിൽ ഒന്നിലും തന്നെയില്ല. എന്നാൽ ഈ വിദ്യ മുഴുവൻ കൈയടക്കി കൈകാര്യം ചെയ്യുന്ന, കൈയാളുന്ന ഒരാളുണ്ടല്ലോ, ദ്രഷ്ടാവ്. അത് ശരീരമോ ഇന്ദ്രിയങ്ങളോ അല്ല, വെറും മനസ്സോ ബുദ്ധിയോ അല്ല, അഹങ്കാരവുമല്ല. ഇതെല്ലാം വിട്ട് ദൃഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഒരു മൂലപ്പൊരുളുണ്ട്. അതിനെപ്പറ്റി ഒരാളും ഒരു സ്ഥലത്തും ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ അറിവ് അപൂർവമാണ്. ദ്രഷ്ടാവിനെ ഗൗനിക്കാതെ, ശ്രദ്ധിക്കാതെ ദൃശ്യത്തെ മാത്രം നമ്മൾ കണക്കാക്കി ജീവിക്കുമ്പോൾ
അതിലുള്ള പൊള്ളത്തരം, അതിലുള്ള വങ്കത്തരം എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അഷ്ടാവക്ര മഹർഷി. ഹന്ത ആത്മജ്ഞസ്യ ധീരസ്യ. നമ്മുടെ ബുദ്ധി അന്വർത്ഥമാകുന്നത് ഈ ദ്രഷ്ടാവിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി ആ ദൃഷ്ടൃജ്ഞാനം കൈവരുമ്പോഴാണ്. ആ ദൃഷ്ടൃജ്ഞാനത്തെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. ഹന്ത ആശ്ചര്യമെന്ന് പറയട്ടെ, ആത്മജ്ഞസ്യ ധീരസ്യ. ആ ബുദ്ധിപ്രഭാവമുള്ള ആത്മജ്ഞാനിയുണ്ടല്ലോ, ഖേലതോ ഭോഗലീലയ. ആ ദ്രഷ്ടാവിനെക്കുറിച്ച് വേണ്ടത്ര അനുഭവം ആധികാരികമായി തന്നെ പ്രമാണമാക്കി നേടിയെടുക്കാൻ സാധിച്ചാൽ മനസ്സിലാവും ഈ ദൃശ്യത്തിന് തനതായിട്ടൊരു നിൽപ്പില്ല എന്ന്. ഈ ദൃശ്യം മുഴുവനും ദൃഷ്ടൃമേഖലയിൽ ദ്രഷ്ടാവിനെ ഒരു സമുദ്രമായി കണക്കാക്കുകയാണെങ്കിൽ ഈ ദൃശ്യമേഖല മുഴുവനും ആ ദ്രഷ്ടാവ് തന്നെ കുമിളകളായി തീർന്ന് ആ സമുദ്രജലത്തിൽ പൊന്തിക്കിടക്കുന്നത് പോലെയാണ്. നാം ഒരിക്കലും ഒരു വസ്തുവിനെ കാണുന്നില്ല കൂട്ടരെ. ഒരു വസ്തുവിനെ നമ്മൾ ഒരിക്കലും കാണുന്നില്ല. ഇതാ ഗോപുരം എൻ്റെ മുൻപിൽ അവിടെ നിലനിൽക്കുന്നു. ആ ഗോപുരത്തിനെ ഞാൻ എങ്ങനെയാണ് കാണുക? ഞാൻ ഇവിടെ നിൽക്കണു, ഗോപുരം അവിടെ നിൽക്കണു. അത് എൻ്റെ അടുക്കിലേക്ക് വരണില്ല, ഞാൻ അങ്ങോട്ടും പോകുന്നില്ല. എന്നാലും ഞാൻ കാണുന്നു. ഞാൻ കാണണമെങ്കിൽ ഗോപുരം ഞാനായിട്ട് ബന്ധപ്പെടണ്ടേ? നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഊവോ. ഗോപുരം ഞാനായിട്ട് ബന്ധപ്പെട്ടാലേ എനിക്ക് ഗോപുര ദർശനം ഉണ്ടാവുള്ളൂ. എവിടെയാണ് ഈ ഗോപുരം ബന്ധപ്പെടുന്നത്? അവിടുന്ന് ഇളകി വന്ന എൻ്റെ കണ്ണ് കൂടിയോ മൂക്ക് കൂടിയോ ഉള്ളിലേക്ക് വന്നില്ല. അനുഭവം ഉണ്ടാവുന്നത് മനസ്സിലാണല്ലോ, ഉള്ളിലാണല്ലോ. അപ്പോൾ എൻ്റെ മനസ്സ് തന്നെയാണ് ഈ ഗോപുരത്തിൻ്റെ ഒരു ഛായ. അതിൻ്റെ ഒരു ഛായ എൻ്റെ മനസ്സ് തന്നെയാണ് മനഃപതിപ്പാക്കി മനസ്സിൽ പതിപ്പിക്കുന്നത്. അപ്പം ഞാൻ കാണുന്നത് ഗോപുരത്തിൻ്റെ പതിപ്പാണ്. ആരുണ്ടാക്കിയ പതിപ്പ്? ഗോപുരം പതിപ്പുണ്ടാക്കുന്നുണ്ടോ ഇല്ല, അത് കാണുന്നുണ്ടോ ഇല്ല, അത് എന്ത് ചെയ്തു? വെറുതെ ഇങ്ങനെ ഇരിക്കണു, ജഡമാണത്. ചേതനാത്മകമായ എൻ്റെ ഉത്സത്തെയാണ് ഈ ഗോപുരത്തെ കണ്ണുകളോടുകൂടി നോക്കി പ്രകാശകിരണങ്ങൾ കണ്ണിൽ വന്ന് തറച്ചു, പ്രതിബിംബിത കിരണങ്ങൾ അതകത്ത് കിടന്നു. എന്നിട്ട് അതിൻ്റെ ഒരു രൂപം, ഒരു പ്രതിച്ഛായ മനസ്സുണ്ടാക്കുന്നതാണ്. ആ പ്രതിച്ഛായയെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കേൾക്കണുണ്ടോ? ഇനി ഇവിടുന്ന് അങ്ങട് അങ്ങനെ വരുമ്പോൾ ഖേലതോ ഭോഗലീലയാ. ഈ ലോകത്തിൽ നമുക്ക് എന്തെല്ലാം ദർശനങ്ങളുണ്ടോ, ശ്രവണങ്ങളുണ്ടോ, സ്വാദുണ്ടോ, മണമുണ്ടോ, സ്പർശനമുണ്ടോ, ഇതെല്ലാം തന്നെ എൻ്റെ ഉൾചേതന അതിൽ തന്നെ ഉണ്ടാക്കുന്ന പതിപ്പുകളല്ലേ? എന്താ മിണ്ടാതെ? അതെയോ? ഒന്ന് ഉറപ്പിച്ച് പറയും. അപ്പം എവിടെയാ ഇവിടെ ദൃശ്യം? എന്നിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു ദൃശ്യം എവിടെ? ബുദ്ധി കൊണ്ട് മറുപടി പറയും. എൻ്റെ ഉൾചേതന ഈ ഗോപുരത്തിൻ്റെ പതിപ്പ് ഉള്ളിലുണ്ടാക്കുകയാണ്. ആ ഉള്ളിലുണ്ടാക്കിയ പതിപ്പിനെയാണ് ഞാൻ കാണുന്നത്. അപ്പം എൻ്റെ ദൃശ്യം എൻ്റെ ഉള്ളിൽ തന്നെ, ദൃഷ്ടൃകോശത്തിൽ തന്നെ ദ്രഷ്ടാവ് ഉണ്ടാക്കി തീർക്കുന്ന ഒരു പ്രതിച്ഛായയല്ലേ കൂട്ടരെ? അങ്ങനെ പ്രതിച്ഛായയാണ് നമുക്ക് അനുഭവം തരുന്നത് മുഴുവനും. അങ്ങനെ വരുമ്പോഴോ ഇത് മുഴുവൻ ഒരു ഭോഗലീലയാ. നിങ്ങൾ വിചാരിക്കുന്ന കരുത്തോ വാസ്തവികതയോ സത്യസന്ധതയോ ഒന്നുമില്ല ഈ പ്രപഞ്ചത്തിന്. നമ്മൾ അനുഭവിക്കുന്ന പ്രപഞ്ചം നമ്മുടെ മനസ്സിലുള്ള പ്രതിച്ഛായയാണ്. ആ പ്രതിച്ഛായ വെച്ചുകൊണ്ടാണ് ഞാൻ പണക്കാരൻ, ഞാൻ പിച്ചക്കാരൻ, ഞാൻ അത്, ഞാൻ ഇത് എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുന്നത്. നമുക്ക് വലിയ ഒരു സുഖാനുഭവം, ഒരു ആനന്ദാനുഭവം ഉണ്ടായി. എന്നോടൊന്ന് പറയൂ നിങ്ങൾ, ഈ ആനന്ദാനുഭവം ആരുണ്ടാക്കുന്നു? ഈ ഗോപുരം എൻ്റെ മനസ്സിൽ പതിഞ്ഞ് ആ ഗോപുര ദർശനത്തിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഈ സന്തോഷിക്കുന്നതിൽ ഈ ഗോപുരത്തിന് എന്തെങ്കിലും ഒരു ദൗത്യമുണ്ടോ? ഞാനല്ലേ ഗോപുരത്തിൻ്റെ ഛായ എടുക്കുന്നത്? അത് എൻ്റെ ഉള്ളിലല്ലേ? ആ ഛായയെ കണ്ടല്ലേ ഞാൻ സന്തോഷിക്കുന്നത്. അപ്പോൾ ഞാൻ ഛായ ഉണ്ടാക്കുന്നതിലോ അത് കണ്ട് സന്തോഷിക്കുന്നതിലോ ഞാൻ എന്ന് പറയുന്ന ദൃഷ്ടൃഘടകമല്ലാതെ വേറെ എന്തെങ്കിലും ഒന്ന് അവിടെ ഉണ്ടോ? ഒന്ന് ആലോചിക്കണപ്പാ. ഉണ്ടോ? ഇല്ല. അങ്ങനെ വരുമ്പോൾ ഈ പ്രപഞ്ചത്തിന് എന്താണപ്പാ നിൽക്കക്കള്ളി?
ഇവിടെ എന്താണ് നിക്കക്കള്ളി ഇതിന്? ഇതിലൊരു മണ്ണാങ്കട്ടിയില്ല. ഭോഗലീലയാ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ലീലയായി. ഈശ്വരൻ അവതരിച്ച് ഈ ലോകത്തിൽ വിളയാടുന്നു, വിഹരിക്കുന്നു എന്നാണ് നമ്മൾ പറയുക. ഈ ബോധം വന്നവൻ അവനും വിഹരിക്കുന്നതാണ്. ഭോഗലീലയാ. അപ്പം ആത്മജ്ഞാനി എങ്ങനെയാ? ഈ ലോകത്തിൽ വിഹരിക്കുകയാണ്, കളിക്കുകയാണ്. ക്രിക്കറ്റ് കളിക്കുന്നത് പോലെയുള്ള കളിയാണ്, ഫുട്ബോൾ കളിക്കുന്നത് പോലെയുള്ള കളിയാണ്. അതിൽ ജയാപജയങ്ങൾ ഉണ്ടെങ്കിലും ആ ജയാപജയം കൊണ്ട് കളിക്കുന്നവർക്ക് 1 കിലോ തൂക്കം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അവർ കളിക്കാൻ എങ്ങനെ വന്നോ അങ്ങനെ തന്നെ അവരുടെ വ്യക്തിത്വം മടങ്ങിപ്പോണു. ആ കളി കൊണ്ട് ഒന്നും ഉണ്ടാവുന്നില്ല. കാണികൾ ആഘോഷിക്കണു, ജയിച്ചു തോറ്റു എന്നൊക്കെ പറഞ്ഞ് അവരും ചിലപ്പോൾ ആഘോഷിച്ചു എന്ന് വരാം. പക്ഷേ അതിൽ പങ്കെടുക്കുന്നവർക്കൊരു പണത്തൂക്കം മാറ്റം വരുന്നില്ലപ്പാ. ഭോഗലീലയാ നഹി സംസാരവാഹീകൈഹി മൂഢൈഹി സഹസമാനത. ബാക്കിയുള്ളവർ നേരെ മറിച്ച് എന്താ വിചാരിക്കുന്നത്? എന്തു തന്നെ നടന്നാലും എന്തു തന്നെ അനുഭവിച്ചാലും എങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായാലും ശരി, എല്ലാറ്റിലും ഈ ദൃഷ്ടൃകോശത്തിലാണ് ഈ കോലാഹലം മുഴുവൻ നടക്കുന്നത്. അങ്ങനെ നടക്കുന്നത് കൊണ്ട് ഈ ദൃഷ്ടൃകോശത്തിന് എന്തെങ്കിലും ഒന്ന് കൂടെ കുറയേ ചെയ്യുന്നില്ല. ഗോപുരത്തിനെ ഞാൻ കണ്ടു. ഞാൻ കണ്ടതുകൊണ്ട് ഗോപുരത്തിന് എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ? അതിന് മാറ്റിന് വല്ല മാറ്റം വരുന്നുണ്ടോ? ഇത് കണ്ടതുകൊണ്ട് എനിക്ക് വല്ല മാറ്റമുണ്ടോ? എൻ്റെ വെളുത്ത മനസ്സ് ചോപ്പായോ? ഇതെന്താപ്പം അത്? ദൃഷ്ടൃകോശത്തിൽ ഒരു പണത്തൂക്കം മാറ്റം വരണില്ല. അത് അതിൻ്റെ പാട്ടിൽ തുടർന്ന് പോവാണ്, വേറെ ഒന്നുമില്ല അവിടെ. അങ്ങനെ വരുമ്പോൾ ഇതൊരു കളിയാണപ്പാ, ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല. ഇങ്ങനെയുള്ള ഈ ആത്മജ്ഞാനി ഈ ലോകത്തിൽ വിഹരിച്ചിങ്ങനെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തോടു കൂടി ബാക്കിയുള്ളവരെ തുലനം ചെയ്യുമ്പോൾ അവരൊക്കെ സംസാരക്കാളകളാണ്. അവർ നമ്മൾ വിചാരിക്കുന്ന മാതിരിയുള്ള കേമന്മാരും കേമികളൊന്നുമല്ല. കാള എന്തു ചെയ്യും? ചുമട് വെച്ചാൽ ചുമക്കും. അത് വല്ലതും അറിയോ? അത് നടന്ന ദൂരം അതിനറിയാമോ? ഉഴാൻ ഉപയോഗിക്കണു, വണ്ടിയിൽ കെട്ടണു, എന്തെങ്കിലും അറിയോ? അതിൽ പലചരക്ക് സാമാനങ്ങളോ മറ്റതോ ഒക്കെ വെച്ച് കൊണ്ടുപോകുമ്പോൾ അതിനെന്താണ് വില, അങ്ങനെയുള്ള വല്ല കാര്യങ്ങളും അറിയോ? അറിയില്ല. അത് ചുമക്കണു. അതേമാതിരി ഒരു ശരീരം കിട്ടി, അത് ചുമന്ന് ഈ ലോകത്തിൽ കഴിഞ്ഞുകൂടാം. ഒരു കാലത്ത് അത് വീഴുമ്പോൾ വീണ്ടു യാതൊന്നുമില്ല. അപ്പം ഇതറിയാതെ സംസാരത്തിൽ ജീവിക്കുന്നവരൊക്കെ എന്താ നല്ല പോലെ മനസ്സിലാക്കണം. അവർ സംസാരക്കാളകളാണ്. ആ കാളകളോടുകൂടി എങ്ങനെ തുലനം ചെയ്യാനാ, കമ്പയർ ചെയ്യാനാണ് എന്ന് ചോദിക്കണു. ആര്? അഷ്ടാവക്ര മഹർഷി ജനക മഹാരാജാവോടാണ് ചോദിക്കുന്നത്. വളരെ വിശേഷപ്പെട്ട ചോദ്യമാണ്. ഞാനിവിടെ 2 വരികൾ ഉദ്ധരിച്ച് പറയണ്ടായി. ക്ഷണേ ക്ഷണേയന്നവതാമുപൈതി തദേവ രൂപം രമണീയതായാ. കാളിദാസൻ്റെന്നാണ് ഞാൻ പറഞ്ഞത്. അത് കാളിദാസൻ്റെയിലല്ല, മാഘൻ്റെ ശിശുപാലവധത്തിൽപ്പെട്ട വരിയാണത്. ശ്ലോകം മുഴുവനും പോകുന്നത് ഇങ്ങനെയാണ്. ദൃഷ്ടോപി ശൈലസ്സമുഹുർമുരാരേഃ അപൂർവവത് വിസ്മയമാതതാന ക്ഷണേ ക്ഷണേയന്നവതാമുപൈതി തദേവ രൂപം രമണീയതായാ. സൗന്ദര്യത്തിനർത്ഥം അനുക്ഷണം മാറി വിസ്മയപ്പെടുത്തുന്നതാവണം സമുദ്രം. ആ സൗന്ദര്യത്തിൻ്റെ നിർവചനം തന്നെ സദാ മാറിക്കൊണ്ടിരുന്നാലേ സൗന്ദര്യമാവുള്ളൂ. പ്രകൃതി അങ്ങനെ ഒന്നാണ്. അതാണ് ഈ പ്രകൃതിയിലെ മാറ്റം. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ ലോകം നമുക്ക് സുന്ദരമായി തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രവക്താവാരാ? ഒരു കാഴ്ച കണ്ടിട്ട് ഈ കാഴ്ച സുന്ദരമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിൽ തോന്നുകയാണ്. അപ്പോൾ ഒരു കാഴ്ചയെ സുന്ദരമാക്കി മുദ്ര കുത്തുന്നത് ആ കാഴ്ചയോ അതോ നോക്കിക്കാണുന്ന മനസ്സോ? അപ്പോൾ സൗന്ദര്യത്തിൻ്റെ ഉറവിടം എവിടെയാ? ഇത് നിങ്ങൾ മനസ്സിലാക്കുമോ? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എന്താ അവശേഷിക്കുന്നത്? കരിക്കട്ട. വേറെ എന്താ അവിടെ ഉള്ളത്? അതാണ് ഈ സമലോഷ്ടാശ്മകാഞ്ചന എന്നൊക്കെ പറയണത്. യോഗവാസിഷ്ഠ രാമായണത്തിൽ വസിഷ്ഠൻ പറയുകയാണ്, കേട്ടോളൂ.
പരീക്ഷീണേ മോഹേ വികലതി ഘനേ ജ്ഞാനജലദേ പരിജ്ഞാതേ തത്വേ സമധിഗത ആത്മന്യതിതദേ വിചാര്യാര്യൈ സാർദ്ധം ചലിതവപുഷോ വൈ സ്വസദൃശോ ധിയാ ദൃഷ്ടേ തത്വേ രമണമടനം ജാഗതമിദം. എന്തൊക്കെയാണ് ഈ ശ്ലോകങ്ങൾ! ഇതിൻ്റെ വൈഭവം, ഇതിൻ്റെ മഹിമ, ഇതിൻ്റെ ആനന്ദകരത്വം എങ്ങനെ വർണ്ണിക്കാനാ? ഒരു തത്വജ്ഞൻ, ഒരു ജ്ഞാനി ഈ ലോകത്തിൽ എങ്ങനെ നടക്കണു? ഈ ജ്ഞാനിയെപ്പറ്റി പറഞ്ഞാൽ ഒരു പരമഭാഗവതൻ എന്നും പറയാം. ഭാഗവതൻ അത് ഭഗവാൻ ഭഗവാൻ എന്ന് പറഞ്ഞ് കാണുന്നു എന്ന് മാത്രം. ആ ഭക്തൻ കാണുന്നതും ഭക്തൻ്റെ മനസ്സിലാണ്, കാട്ടിത്തരുന്നത് മനസ്സാണ്. ഭക്തൻ്റെ മനസ്സും ജ്ഞാനിയുടെ മനസ്സും തമ്മിൽ മനസ്സെന്ന നിലയ്ക്ക് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഈ പറയുന്നതൊക്കെ ഭാഗവതന്മാർക്കും ശരിയാണ്. പരീക്ഷീണേ മോഹേ വികലതി ഘനേ ജ്ഞാനജലദേ പരീക്ഷീണേ മോഹേ വികലതി ഘനേ ജ്ഞാനജലദേ. എന്തു നല്ല സാഹിത്യം അപ്പം അത്! നമ്മളിൽ പ്രവർത്തിക്കുന്നതായ മോഹം, ഭ്രമമുണ്ടല്ലോ, അത് പരീക്ഷീണേ, അത് ക്ഷയിച്ചില്ലാതെയാവുന്നത്രേ. എങ്ങനെ? വികലതി ഘനേ ജ്ഞാനജലദേ. സാധാരണ ഈ വായുകോശത്തിലുള്ള പൊടിപടലങ്ങളെല്ലാം മഴ പെയ്താൽ അമർന്നങ്ങോട്ട് പോവും, ശുദ്ധമാവും. അതുപോലെ നമ്മുടെ മനസ്സിലുള്ളതായ ഈ മോഹപ്പൊടി ഉണ്ടല്ലോ, അത് അമരാനായിട്ട് എന്താ വേണ്ടേ? ജ്ഞാനജലദേ വികലതി ഘനേ. ജ്ഞാനം, ആത്മജ്ഞാനം വർഷിക്കുന്ന മേഘങ്ങളുണ്ടല്ലോ, അങ്ങനെ കറുത്തിരുണ്ട് നിൽക്കുകയാണ് ആ മേഘങ്ങൾ, വർഷിക്കാൻ തയ്യാറായി. ആ മഴയൊക്കെ വെള്ളമൊക്കെ വിട്ടത് അങ്ങോട്ട് പൊഴിച്ചു എന്നുണ്ടെങ്കിൽ വികലതി ഘനേ, ആ മേഘങ്ങൾ മുഴുവൻ താഴത്തിറങ്ങി വന്നു എന്നർത്ഥമാണ്. അങ്ങനെ ജ്ഞാനം വഹിച്ചു കൊണ്ടിരിക്കുന്ന കറുത്തിരണ്ട മേഘങ്ങൾ താൻ പിടിച്ചു വച്ചിട്ടുള്ള വെള്ളമെല്ലാം വിട്ട് മഴയായി പെയ്തൊടുങ്ങുമ്പോൾ എങ്ങനെയാണോ ഈ അന്തരീക്ഷം വളരെ ശുദ്ധമാവുക, പൊടിപടലങ്ങളൊക്കെ പോവുക, അതേമാതിരി നമ്മുടെ അന്തരീക്ഷം ആത്മജ്ഞാനം എന്ന് പറയുന്ന മേഘമങ്ങട് വർഷിക്കുമ്പോൾ പരീക്ഷീണേ മോഹേ, മോഹങ്ങളൊക്കെ പരീക്ഷീണമായി. നിങ്ങൾക്ക് മല്ലടിക്കേണ്ടി വരില്ല, മോഹം തന്നെ ക്ഷീണമാവും. പരിജ്ഞാതേ തത്വേ സമധിഗത ആത്മന്യതിതതേ. പരിജ്ഞാതേ തത്വേ, തത്വമുണ്ടല്ലോ, അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, കേൾക്കുന്നുണ്ടാവും, വായിക്കുന്നുണ്ടാവും, ഒരളവ് വരെ മനനവും ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ ചെയ്തത് കൊണ്ടായില്ല, ആ ചെയ്തത് സഫലമാകണം. പരിജ്ഞാതേ തത്വേ, നമ്മുടെ ബുദ്ധി പ്രസന്നമാകണം. ഈ ആത്മമേഖല എനിക്ക് തുറന്നു കിട്ടി. ദ്രഷ്ടാവ് എന്നൊരു കോശമുണ്ട്, ഒരു സത്യമുണ്ട്, ഒരു നിൽപ്പുണ്ട്, ഒരു പ്രകാശമുണ്ട്, ഒരു സാന്നിധ്യമുണ്ട്, വലിയ ഒരു സത്താവിശേഷമുണ്ട്, ചേതനാത്മകമാണത്. അങ്ങനെയുള്ള ആ സത്യം പരിജ്ഞാതേ തത്വേ, അതങ്ങോട്ട് മനസ്സിലാവണം. ഇവിടെ ദ്രഷ്ടാവിലുള്ള പതിപ്പുകളല്ലാതെ ദൃശ്യം എന്നൊന്ന് വേറെ നിൽക്കുന്നില്ല. ദ്രഷ്ടാവ് തന്നെയാണ് ദൃശ്യമാകുന്നത്. ദ്രഷ്ടാവിൻ്റെ തന്നെ പ്രകടനമാണ്, പ്രക്രിയയാണ് ദർശനം. ദർശനത്തെയോ ദൃശ്യത്തെയോ ദ്രഷ്ടാവിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി ഒറ്റതിരിച്ച് കാണാൻ പറ്റില്ല. എല്ലാം കൂടി ഒരു ദ്രഷ്ട, അതിൻ്റെ വിസ്തൃത വികസിത രൂപമാണ് ഈ കാണുന്ന ദൃശ്യം മുഴുവനും. അല്ലാതെ ദൃശ്യത്തിൽ ഒരു ദ്രവ്യമോ അല്ലെങ്കിൽ ഒരു ഊർജമോ സെപ്പറേറ്റായി വ്യത്യാസപ്പെട്ട് നിൽക്കുന്നില്ല. ഈ കാണുന്നത് മുഴുവൻ ഭ്രമം കൊണ്ടാണ് വേറെ 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 എന്ന് തോന്നുന്നത്. ലോകത്തിൽ ആകാശം എന്ന് പറയുന്ന ഒരു വ്യാപ്തിയുണ്ട്. സാധാരണ ദ്രവ്യവും ഊർജവുമല്ലാത്ത ഒരു വിശേഷപ്പെട്ട വ്യാപ്തിയാണ് ആകാശം. ആ ആകാശത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ വിശ്വകോശത്തിലുള്ള ഗോളങ്ങളെയെല്ലാം കൂട്ടിച്ചേർത്താൽ എത്രയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഒരു 0, ഒരു പോയിൻ്റ് ഇടുക, ഒരു പോയിൻ്റ് ഇട്ടിട്ട് 19 പൂജ്യം എന്നിട്ടൊരു 1 ഇട്ടാൽ എത്രയുണ്ടാവുമോ അത്രയേ ഉള്ളൂ ഈ ഗോളങ്ങൾ. 19 പൂജ്യവും 1 ഡെസിമൽ കഴിഞ്ഞ്. അങ്ങനെ വരുമ്പോൾ
ഈ ആകാശകോശത്തിൽ നിന്ന് ഈ ഗോളങ്ങൾ ഉണ്ടായോ, അതോ ഗോളങ്ങളിൽ നിന്ന് ആകാശം ഉണ്ടായോ? നിങ്ങൾക്ക് സംശയമുണ്ടോ? 9ാം ക്ലാസ് കുട്ടികളോട് പോയി ചോദിക്കൂ. ഇത്രയും വലിയ അനന്തമായ ആകാശത്തിൽ ഈ ഗോളങ്ങൾ പാറിപ്പറക്കുന്നുണ്ടെങ്കിൽ എന്തിൽ നിന്ന് എന്തുണ്ടായി? ആകാശത്തിൽ നിന്ന് ഗോളങ്ങൾ ഉണ്ടായോ, ഗോളങ്ങളിൽ നിന്ന് ആകാശം ഉണ്ടായോ? ഈ ആകാശം അതിശൂന്യമാണെങ്കിൽ ആ ശൂന്യതയിൽ ഇല്ലാത്ത ഒരു കനം ഈ ഗോളങ്ങളിൽ ഉണ്ടാവുമോ? ഇല്ല എന്നുള്ളതാ സത്യം. സത്യം അതാണ്. ഭൂമിയിൽ 6 കിലോ ഉള്ള ഒരു വസ്തു ചന്ദ്രനിൽ കൊണ്ടുപോയാൽ എത്രയുണ്ട്? 1 കിലോ. എൻ്റെ അപ്പം അത് ഇവിടെ 6 കിലോ കൃത്യം തൂക്കി കൊടുക്കാവുന്ന ഒരു സാധനം ചന്ദ്രൻ്റെ അടുത്ത് പോയാൽ 1. അപ്പം ഈ കനം എന്ന് പറയുന്നത് ഒരു വാസ്തവമാണോ അതോ ഭ്രമജനിതമോ? എന്താ മിണ്ടാതെ? ഇവിടെ 6, ചന്ദ്രനിൽ 1, ശൂന്യാകാശത്തിൽ ചെന്നാലോ 0. അപ്പം ഇവിടെ കാണുന്ന കനവും ഭാരവും നമുക്ക് വിശ്വാസയോഗ്യമാണോ? ആണോ? ഒന്ന് ഉറക്കെ പറയുന്നപ്പ. ഇതാണ് ബുദ്ധി പറയുന്ന സത്യം. ബുദ്ധിയുടെ മുൻപിലാണത്, കണ്ണിൻ്റെ മുൻപിലല്ല, ഇന്ദ്രിയങ്ങളുടെ മുൻപിലല്ല, ബുദ്ധിയുടെ മുൻപിൽ. പരിജ്ഞാതേ തത്വേ സമധിഗത ആത്മന്യതിതേ. ആ തത്വം വേണ്ടതുപോലെ മനസ്സിലായാൽ പാഞ്ചഭൗതികമായ ഈ ശരീരത്തിൽ സർവത്ര വ്യാപിച്ചിരിക്കുന്ന ആ ആത്മാ എന്ന് പറയുന്ന ചേതനാത്മകമായ സത്താവിശേഷം പഞ്ചഭൂതങ്ങളായ ശരീരത്തിൽ എങ്ങനെ വ്യാപിച്ചിരിക്കുന്നുവോ അതുപോലെ പഞ്ചഭൂതങ്ങൾ ഉള്ളയിടത്തെല്ലാം വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ആ വ്യാപക മനോഭാവം നമ്മൾക്ക് അനുഭവമായി. പരിജ്ഞാതേ തത്വേ സമധിഗത ആത്മന്യതിതേ. അങ്ങനെ വന്നാൽ ഒരാൾ എന്തു ചെയ്യും? വിചാര്യാര്യൈ സാർദ്ധം ചലിതവപുഷോ വൈ സ്വസദൃശോ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? വിചാര്യാര്യൈ സാർദ്ധം. ആ ആൾ പിന്നെ എന്തു ചെയ്യും? ആ ആള് പിന്നെ എന്താണ് ചെയ്യുക? ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. വ്യാസദേവൻ എന്ത് ചെയ്തു? വാൽമീകി മഹർഷി എന്ത് ചെയ്തു? കുടുംബവും കുട്ടികളെയും വിട്ട് സപ്തർഷികൾ പറഞ്ഞ രാമരാമ എന്ന് ജപിച്ച് അവിടെ കൂടി ഉറക്കെ ജപിച്ചു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ശബ്ദം കുറഞ്ഞു, അവസാനം പിറുപിറുപ്പായി, ചുണ്ടും കൂടി മൂടി, അവസാനം എന്തായി? മനസ്സിൽ മാത്രമായി. ആ മനസ്സിലുള്ളതും അമർന്നു. ശരീരത്തിൽ ഉറുമ്പരിക്കാൻ തുടങ്ങി, ചതള് പിടിച്ചു. അത് കഴിഞ്ഞ് എണീറ്റു. അദ്ദേഹത്തിന് പുതിയതായ ഒരു അനുഭവം. 4 ഭാഗത്തും കണ്ടിരുന്ന ചെറിയ ചെടികൾ പടുകൂറ്റൻ വൃക്ഷങ്ങളായിരിക്കുന്നു. ഓ, ഇത്രയും കാലം കഴിഞ്ഞോ എന്ന് അതിശയമായി. അന്നു മുതൽക്ക് വാൽമീകി പറഞ്ഞത് സ്വകുടുംബ ചരിത്രമാണോ എന്ന് നിങ്ങളിപ്പോൾ പറയണം എന്നോട്. അതേ, ഞാൻ ഭാര്യയും കുട്ടികളെയും വിട്ടു വന്നു കേട്ടോ. ഈ വർത്തമാനമാണോ അദ്ദേഹം എഴുതിയിരിക്കുന്നത്? അദ്ദേഹത്തിന് എന്തെങ്കിലും എഴുതാനുണ്ടായിരുന്നെങ്കിൽ ഞാനൊരു കള്ളനായിപ്പോയി. ആ കളവ് എന്നിൽ നിന്ന് അപഹരിച്ചത് സപ്തഋഷികളാണ്. അവരുടെ ദർശനം എനിക്ക് കാട്ടിലായതുകൊണ്ട് കിട്ടി. സമതലവാസികൾക്ക് ഇങ്ങനെ മഹർഷിമാരെ കാണാൻ പറ്റില്ല. അവർക്കപ്പോൾ എന്തു വേണം? മഹർഷിമാരെ കണ്ട് എനിക്ക് ആ സത്സംഗത്തിൻ്റെ ഫലമുണ്ടായതുപോലെ അവർക്ക് എന്നേക്കുമുള്ള ഒരു സത്സംഗം എനിക്ക് ലഭ്യമാക്കി കൊടുക്കണം. അതിനെന്താ ചെയ്യുക? സത്സംഗത്തിന് പറ്റിയ ഒരാൾ ഈ ലോകത്തിലുണ്ടോ എന്നറിയണം. അങ്ങനെ ഒരാൾ ഉണ്ടോ? ഇവിടെ ജനിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഉണ്ടായിരുന്നു എന്ന് എന്നോട് പറയരുത് നാരദ മഹർഷി എന്ന് പറഞ്ഞു. ഒരു കൂസലും കൂടാതെ ധർമ്മപ്രസുവാണ് ഭാരതം. എപ്പോഴും ഇവിടെ ധർമ്മിഷ്ഠരുണ്ടായിരുന്നു. ദശരഥൻ്റെ സീമന്തപുത്രൻ രാമൻ. ആ കുട്ടി വളർന്നു വരുന്നേ ഉള്ളൂ. ഇതേവരെ നടന്ന കാര്യം ഞാനിതാ പറഞ്ഞു തരാം, ഇവിടുന്ന് അങ്ങോട്ടുള്ളത് അങ്ങ് നേരിട്ട് കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞ് രാമൻ അന്ന് വരെ വളർന്ന ചരിത്രം വരെ പറഞ്ഞ് ധരിപ്പിച്ചാണ് നാരദ മഹർഷി പോയത്. അതിനുശേഷം തമസാ നദീതീരത്ത് കുടീരത്തിൽ താമസിച്ചു കൊണ്ടിരുന്ന വാൽമീകി മഹർഷി തൻ്റെ ശിഷ്യന്മാരും മറ്റു പ്രകാരത്തിലും രാമൻ്റെ വർത്തമാനങ്ങളൊക്കെ മനസ്സിലാക്കി എഴുതാൻ തുടങ്ങിയതാണ്.
ആ എഴുത്താണ് വാൽമീകിയുടെ മഹർഷിയുടെ ജീവിതത്തിൽ ലോകത്തിനുള്ള സംഭാവന. ഈ ജ്ഞാനം എന്ന് പറയുന്നത് മനസ്സിൽ ഉദിച്ചു കഴിഞ്ഞാൽ ആ ആൾ പിന്നെ വീട്ടിലിരിക്കില്ല. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. അത് ഉദിക്കുന്നത് വരെ കുറേശ്ശെ പ്രകാശം കിട്ടിയാലൊക്കെ ആയിക്കോട്ടെ എന്ന് പറയും. അത് ഉദിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ വീട്ടിലിരിക്കാൻ പറ്റില്ല. നമ്മുടെ കുടുംബം ദേഹകുടുംബമാണ്, വൈവാഹിക കുടുംബമാണ്, രക്തബന്ധ കുടുംബമാണ്. അത് ദേഹം വരുത്തി തീർക്കുന്നതാ. ആ കുടുംബ ബന്ധത്തിൽ നിന്നെല്ലാം മനസ്സ് മുക്തമായി മനോബന്ധം, മനഃകുടുംബം, ബുദ്ധി കുടുംബം, ആത്മകുടുംബം എന്നുള്ളൊരു നില വസുധൈവ കുടുംബകം എന്നായിത്തീരും. അങ്ങനെ വരുന്ന ആൾക്കാരാണ് ഈ പുറത്ത് കിടക്കണതപ്പാ. അവർ ചിലർ കുടീചകന്മാരാവാം, ചിലർ ബഹൂതകന്മാരാവാം, പിന്നെ ചിലർ പരമഹംസരാകാം, പരമഹംസ പരിവ്രാജകന്മാരാകാം. അതാണ് ഞങ്ങളെയൊക്കെ പരമഹംസ പരിവ്രാജകന്മാരെന്ന് പറയുന്നത്. ഞങ്ങൾ ഒരിടത്ത് ഇരിക്കണില്ല, സഞ്ചരിക്കുന്നുണ്ട്. 62-63 കൊല്ലമായി ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ സഞ്ചാരം എങ്ങനെയായി നടക്കണത്? വെറുതെ സഞ്ചരിക്കുകയാണോ ഞാൻ കാഴ്ച കാണാൻ? അല്ല. വിചാര്യാര്യൈ സാർദ്ധം. ഈ ഒരു സദസ്സ് ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ളത് കൊണ്ട് ഞാൻ ആശ്രമത്തിൽ നിന്ന് ഇവിടെ വരുന്നു. വന്നു കഴിഞ്ഞ് നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ വാക്ക്, എൻ്റെ മനസ്സ് വാചാലമാകുന്നു. ആ വാചാലമാകുന്നതിൽ എനിക്ക് പ്രത്യേകമായ ഒരു കഴിവോ ഉടമസ്ഥാവകാശമോ ഇല്ല. സദസ്സിനെ കാണുമ്പോൾ ആളെ കണ്ട സമുദ്രം എന്ന് പറയുമല്ലോ. ആളുകളെടുത്ത് ചെന്നാൽ തിരകൾ ശക്തമായി വരും, അങ്ങനെയാണ് കാണാറുള്ളത്. അതുപോലെ ജനങ്ങൾ മുൻപിലിരുമ്പോൾ വിചാര്യാര്യൈ സാർദ്ധം. നല്ല മനുഷ്യർ, നിങ്ങളൊക്കെ ശ്രേഷ്ഠന്മാരാ. തത്വവിചാരം വേണം എന്ന് തോന്നുന്നവരൊക്കെ ശ്രേഷ്ഠന്മാരാണ്. അങ്ങനെ ശ്രേഷ്ഠന്മാരായിരിക്കുന്നവരോടുകൂടി വിചാര്യ, ഈ ആത്മതത്വം വിചാരം ചെയ്ത് ചലിതവപുഷോ. ഈ ആത്മ നിശ്ചലമാണ്, അനങ്ങാത്തതാണ്. അനങ്ങുന്നത് ശരീരം മാത്രം. അങ്ങനെ ശരീരം കൊണ്ട് സഞ്ചരിച്ച് വൈശ്വസദൃശോ, എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷേ ആ കാണുന്നതും കേൾക്കുന്നതും മുഴുവൻ തന്നിൽ നിന്ന് വ്യത്യസ്തമല്ല. ദ്രഷ്ടാവ് തന്നെ. ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത്. പ്രപഞ്ചത്തിനെ ഉറ്റുനോക്കുമ്പോൾ കാലത്ത് ഉദിക്കുന്ന സൂര്യൻ എന്നിൽ നിന്ന് അന്യനല്ല. സൂര്യൻ്റെ പതിപ്പ് എന്നിലാണ്. സൂര്യൻ്റെ പതിപ്പാണ് ഞാൻ കാണുന്നത്. പതിപ്പ് എൻ്റെ ഉള്ളിലാണ്. ചലിതവപുഷോ വൈശ്വസദൃശോ, കാണുന്നുണ്ട്, അത് നിഷേധിക്കുന്നില്ല. ആ ദൃശ്യപ്രപഞ്ചം മുഴുവനും ദ്രഷ്ടാവിൻ്റെ വിലാസമാണ്. എൻ്റെ ഉള്ളിലുള്ള ആ ഉൾസത്തെയാണ് ഈ വികാസവും വൈവിധ്യവും എല്ലാം പ്രദർശിപ്പിക്കുന്നത്. കിടന്നുറങ്ങുന്നവൻ സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നത്തിലുള്ള വൈവിധ്യം, എത്ര നിറങ്ങൾ, എത്ര ആകൃതികൾ, എന്തെല്ലാം പട്ടണങ്ങളുണ്ട്, എയറോപ്ലെയിനുണ്ട്, നിരത്തുകളുണ്ട്, എയർപോർട്ടുകളുണ്ട്, പോകുന്നു വരുന്നു, ഹോട്ടലിൽ കയറുന്നു, ഊണ് കഴിക്കുന്നു, എന്തെല്ലാം നടത്തുന്നു അവിടെ. സ്ഥൂല വസ്തുക്കൾ അനവധി നമ്മൾ സ്വപ്നത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ആരുണ്ടാക്കി? നമ്മുടെ മനസ്സ് സ്ഥൂലമാണോ? അല്ല, ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായിട്ടുള്ള മനസ്സ് എങ്ങനെ സ്ഥൂല വസ്തുക്കളെ നിർമ്മിക്കും എന്ന് ചോദിച്ചാൽ ജാഗ്രത അവസ്ഥയിലുള്ള നിയമങ്ങളും വ്യവസ്ഥകളും വെച്ച് അതിന് മറുപടി പറയാൻ പറ്റില്ല. ജാഗ്രത അവസ്ഥയിലുള്ള നിയമങ്ങളും വ്യവസ്ഥകളുമെല്ലാം കാണുന്ന ദൃശ്യവസ്തുക്കളെക്കുറിച്ചാണ്. ഇവിടെ ദ്രഷ്ടാവുണ്ടാക്കുന്ന സ്വപ്നമാണത്, ദൃഷ്ടൃസ്വപ്നമാണത്. അങ്ങനെ അതുപോലെ ചലിതവപുഷോ വൈശ്വസദൃശോ. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൃശ്യം കാണുന്നുണ്ടെങ്കിലും ആ ദൃശ്യം ദൃശ്യമല്ലപ്പാ, അത് ദ്രഷ്ടാവ് തന്നെയാണ്. ഞാൻ കാണുന്നത് മുഴുവൻ എന്നെയാണ്, എൻ്റെ വിസ്താരമാണ്, എൻ്റെ വൈവിധ്യമാണ്, എൻ്റെ വികാസമാണ്, എൻ്റെ പരിലസനമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ധിയാദൃഷ്ടേ തത്വേ. ഈ ദർശനം എവിടെ ഉണ്ടാവുന്നു? കണ്ണിലല്ല. ഈ ദർശനം ഉണ്ടാവുന്നത് ബുദ്ധിയുടെ മേഖലയിലാണ്. പ്രതിദിനം നാം കാണുന്ന സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതല്ല, സൂര്യൻ ഉദിക്കുന്നില്ല. ഭൂമിയുടെ ഭ്രമണവിശേഷം കൊണ്ടാണ് ഉദയാസ്തമനങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നത് എന്ന് ബുദ്ധി തിരുത്തുന്നത് പോലെ നമ്മുടെ ബുദ്ധിയിലുള്ള ആ ധാരണ ഉറച്ചു വരണു.
ധിയാ ദൃഷ്ടേ തത്വേ രമണമടനം ജാഗതമിതം. എന്ത് നല്ല ഭാഷയാപ്പാ. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇത് ആസ്വദിക്കുന്നവരൊന്ന് കൈ പൊന്തിക്കുന്നു? വളരെ സന്തോഷം. രമണമടനം ജാഗതമിതം. ഈ ജഗത്ത് ജഗത്ത് എന്ന് പറയുന്നത് ഒരു രമണമടനം. ഈ സഞ്ചാരമുണ്ടല്ലോ, ഈ സഞ്ചാരം വലിയ ഒരാരമണമാണ്. എവിടെ പോയാലും ഈ സത്യം കേൾക്കണം എന്ന് പറയുന്നവരുടെ മുൻപിലാണ് ഞങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്, ഇരിക്കുന്നത്, സംസാരിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ ആശ്രമത്തിൽ വരുന്നവരെ എന്തിനു വേണ്ടി വരണു? അവിടെ ഈ കാര്യങ്ങൾ അവർക്ക് കേൾക്കണം, സത്സംഗം അനുഭവിക്കണം എന്ന് പറഞ്ഞു വരുന്നതാണ്. അങ്ങനെയുള്ളവരോടുകൂടി വിചാര്യാര്യൈ സാർദ്ധം ചലിതവപുഷോ വൈ സസ്വസദൃശോ ധിയാ ദൃഷ്ടേ തത്വേ രമണമടനം ജാഗതമിതം. ഈ ഒരൊറ്റ ശ്ലോകം പോരേപ്പാ. ഇതിങ്ങനെ പാടി പാടി നിങ്ങൾ അങ്ങോട്ട് പൊക്കോളൂ. ഇത് പാടി 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 1000 10,000 തവണ പാടുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സ് അത് തന്നെ ആയിത്തീരും. പരീക്ഷീണേ മോഹേ വികലതി ഘനേ ജ്ഞാനജലദേ പരിജ്ഞാതേ തത്വേ സമധിഗതാത്മന്യതിതതേ വിചാര്യാര്യൈ സാർദ്ധം ചലിതവപുഷോ വൈ സ്വസദൃശോ ധിയാ ദൃഷ്ടേ തത്വേ രമണമടനം ജാഗതമിതം. അടുത്ത ശ്ലോകം. യത്പദം പ്രേപ്സവോ ദീനാഃ ശക്രാദ്യാഃ സർവദേവതാഃ അഹോ തത്ര സ്ഥിതോ യോഗി ന ഹർഷം ഉപഗച്ഛതി. ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് തത്വജ്ഞാനികൾക്ക് എന്തെങ്കിലും വിശേഷമായി സന്തോഷിക്കാനോ വിശേഷമായി പരിതപിക്കാനോ ഉണ്ടാവുമോ ചോദിച്ചാൽ ഉണ്ടാവില്ല. അവരുടെ സന്തോഷത്തിൻ്റെ താക്കോല് മുഴുവനും അവരുടെ മനസ്സിലാണ്. അവരുടെ ആത്മാവാണ് അതിന് കാരണം. സർവ സന്തോഷങ്ങളും ആത്മസൃഷ്ടമാണ്, ആത്മപ്രതിച്ഛായികളാണ്, ആത്മാപ്രതിച്ഛായകളാണ് എന്ന് മനസ്സിലാക്കിയവന് പിന്നെ എന്താ അവിടെ തുള്ളിച്ചാടാനുള്ളത്? ഒരു പേരക്കുട്ടി ഉണ്ടായാൽ അതിൽ എന്താ അത്ര വലിയ വിശേഷം? ലോകത്തിൽ നടക്കുന്നതേ ഇവിടെ നടക്കണുള്ളൂ. ഇതേവരെ ഇന്നേ വരെ നടന്നത് തന്നെയാണ് ഇനിയും നടക്കാൻ പോണത്. ഇവിടെ എന്തുണ്ടാവണു? ഭൂമി കിടന്ന് വട്ടം ചുറ്റണു. സ്വന്തം അച്ചുതണ്ടിലും സൂര്യനെ പ്രദക്ഷിണം വെച്ച് കൊണ്ടും. ഇത് രണ്ടല്ലാതെ മൂന്നാമതൊരു സംഗതി ഇവിടെ നടക്കുന്നുണ്ടോ? ഉണ്ടോ? അതിൻ്റെ ഉള്ളിലല്ലേ ബാക്കിയെല്ലാം. ഇവിടെ എന്താ അത്ര തുള്ളിച്ചാടാനുള്ളത്? എന്താ അത്ര കരഞ്ഞു കൂക്കാനുള്ളത്? രണ്ടിനുമില്ല. യത്പദം പ്രേപ്സവോ ദീനാഃ ശക്രാദ്യാഃ സർവദേവതാഃ അഹോ തത്ര സ്ഥിതോ യോഗി ന ഹർഷം ഉപഗച്ഛതി. നോക്കൂ, ആ സ്പിരിച്വൽ റിയലൈസേഷൻ, ആത്മാനുഭവത്തിൻ്റെ ആ മാനം, പരിമാണം, ഡയമെൻഷൻ എവിടം വരയ്ക്ക് അങ്ങോട്ട് ഉയർത്തി കൊണ്ടുപോകണു അഷ്ടാവക്ര മഹർഷിന്ന്. യത്പദം പ്രേപ്സവോ ദീനാഃ. ശ്രോതാക്കൾക്ക് ശ്രദ്ധയില്ല. ഞാൻ 2 തവണ പറഞ്ഞു, ഈ തവണ പറഞ്ഞ് കയ്യും കാണിച്ചു. എന്നിട്ട് നിങ്ങൾ എന്താ മിണ്ടാണ്ടിരിക്കണേ? നിങ്ങൾക്ക് ചൊല്ലാനാണല്ലോ. അപ്പോൾ എന്താ ഈ മിണ്ടാണ്ടിരിക്കണേ? ഐ ഡോണ്ട് തിങ്ക് യു ആർ സട്ടിൽ ഇനഫ്. സെൻസിറ്റിവിറ്റി പോരാ. യത്പദം പ്രേപ്സവോ ദീനാഃ യത്പദം പ്രേപ്സവോ ദീനാഃ ശക്രാദ്യാഃ സർവദേവതാഃ ചക്രാദ്യാഃ സർവദേവതാഃ. ഇത്ര ആൾക്കാരേ ഉള്ളൂ ഇവിടെ. നിങ്ങളുടെ കയ്യിൽ എഴുതി തന്നത് കൊണ്ടുവന്നിട്ടില്ലേ? എന്നാൽ പിന്നെ എന്താ? ഇത്രയുമുള്ള സദസ്സിൽ ഒരു 50 60 ആൾക്ക് വേണ്ടി ഇത് ചൊല്ലിക്കണമെങ്കിൽ ചൊല്ലിക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സമയത്തെങ്കിലും 4 വരി വായിൽ നിന്ന് തിരുമുഖത്തിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പറയണേ. അപ്പം അതിന് പോലും നിങ്ങൾ പങ്കെടുക്കില്ല എന്ന് വെച്ചാൽ അതൊരു ശരിയായ പ്രതികരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശക്രാദ്യാഃ സർവദേവതാഃ ചക്രാദ്യാഃ സർവദേവതാഃ അഹോ തത്ര സ്ഥിതോ യോഗി
अहो तत्र स्थितो योगी ന ഹർഷമുപഗച്ഛതി न हर्षमुपगच्छति ന ഹർഷം ഉപഗച്ഛതി न हर्षमुपगच्छति യത്പദം പ്രേപ്സവോ ദീനാഃ ശക്രാദ്യാഃ സർവദേവതാഃ. പരമാത്മപദം ദൃഷ്ടസ്ഥാനം അനാമയം പദം എന്നൊക്കെയാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഇത് ചിത്രീകരിക്കുന്നത്. ആ ഒരു പദം സ്ഥാനം ഉദ്ദേശിച്ചുകൊണ്ട് പ്രാപിക്കണമെന്ന് വിചാരിച്ച് ദീനന്മാരായ ആര്? ശക്രാദ്യാഃ സർവദേവതാഃ. ഇന്ദ്രൻ തുടങ്ങിയ ദേവതകൾ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആരെക്കുറിച്ചാണ് പറയുന്നത്? സ്വർഗത്തിലുള്ള ദേവേന്ദ്ര പ്രഭൃതികൾ പോലും ഏത് പദം കൈക്കലാക്കണം എന്ന് വിചാരിച്ച് പരിശ്രമിക്കുന്നുവോ, അഹോ തത്ര സ്ഥിതോ യോഗി. ആ പദത്തിലാണ് ഈ യോഗി തൻ്റെ നിലയെ ഉറപ്പിച്ചിരിക്കുന്നത്. ആ പദത്തിലെത്തിയതിന് ശേഷം ഈ ലോകത്തിലുണ്ടാവുന്ന സാമാന്യ വിഷയങ്ങൾ ഒരു പ്രത്യേക ഹർഷം, സന്തോഷത്തിനൊന്നും കാരണമാവുന്നില്ല. താൻ ചെന്ന് കൂടിയിട്ടുള്ളത് എവിടെയാ? പരമപദം, പരമാത്മപദം എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല, പരമാത്മപദം ഉള്ളിലാണ്. അവിടെ ചെന്നാൽ സുഖത്തിന് സ്ഥാനമില്ല, ദുഃഖത്തിനും സ്ഥാനമില്ല. സുഖം പോലും അഭിലഷിക്കുന്നില്ല, പുണ്യം പോലും വേണ്ട. പാപം എങ്ങനെയോ അതുപോലെ എനിക്ക് പുണ്യത്തിലും പ്രതിപത്തിയില്ല എന്ന് പറഞ്ഞ് പാപത്തെയും പുണ്യത്തെയും ഒരുപോലെ അതിജീവിച്ച് കഴിയുന്ന ആ മഹാമനസ്കതയെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? ആ അത്യുന്നതമായിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് എന്തു പറയുന്നു? അവിടെ എത്തിയിട്ടുള്ള ആള് നഹർഷം ഉപഗച്ഛതി. ഒരിക്കലും ഹർഷത്തിന് കാരണമില്ല. ഒന്ന് കണ്ടിട്ടും തുള്ളിച്ചാട് അമിതമായിരിക്കുന്ന ഒരു സന്തോഷം പ്രകടമാക്കുക ഒന്നും ചെയ്യുന്നില്ല. അർജുനൻ പടക്കളത്തിൽ വന്ന് സ്വജനങ്ങളെയും മുത്തശ്ശനെയും എല്ലാവരെയും കണ്ട് തകർന്ന് തരിപ്പണമായി അമ്പും വില്ലും താഴത്ത് വെച്ച് വല്ലാതെ കണ്ണൊക്കെ നിറഞ്ഞ് കരയാൻ തുടങ്ങി. ആ സമയത്ത് കൃഷ്ണൻ എന്താ ചെയ്ത? തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത. ഒരു ചെറിയ മന്ദഹാസത്തോടു കൂടിയാണ് സംസാരിച്ചത്. എന്താ മന്ദഹാസത്തിന് കാരണം? ഒരു പടയാളി പട ചെയ്യാൻ വേണ്ടി പളക്കളത്തിൽ വന്നിട്ട് കരയാണത്രേ. എന്താ അതിനെപ്പറ്റി പറയുക? ഈ ആൾ പടയാളിയാണോ? ഒന്ന്. രണ്ടാമത്, എത്ര കാലമായി ഈ അർജുനൻ്റെ കൂടെ ഞാനും എൻ്റെ കൂടെ അർജുനനും ഇങ്ങനെ നടക്കണു. ഇത്ര നാളും പല സന്ദർഭങ്ങളിലും ഇതുപോലെ ഒരു ആവലാതി പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കാൻ എൻ്റെ സുഹൃത്തിന് തോന്നിയില്ല. ഇപ്പോഴെങ്കിലും സങ്കടപ്പെട്ട്, കൃഷ്ണ ഞാൻ എന്താ വേണ്ടേ, അങ്ങ് എൻ്റെ ഗുരുവാണ്, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് എന്ന് പറഞ്ഞ് ശ്രേയസ് ചോദിച്ചുവല്ലോ. അതിലുള്ള സന്തോഷം, കൃതാർത്ഥത, അതാണ് ചിരി വന്നത്. ന പാരമേഷ്ഠ്യം ന മഹേന്ദ്രധിഷ്ണ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീരപുനർഭവം വാ മയ്യർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത്. ശ്രീകൃഷ്ണൻ 2 ഉപദേശമാണ് നൽകിയിരിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ 2 ഉപദേശങ്ങൾ കുരുക്ഷേത്രത്തിൽ വെച്ച് നൽകി. ന്യൂഡൽഹിയിൽ നിന്ന് 160 കിലോമീറ്റർ ദൂരെ ഹിമാചൽ പ്രദേശിലാണ് കുരുക്ഷേത്രം. ആ സ്ഥലത്തെ കണ്ടുപിടിച്ച് 2 കൊല്ലമായി സംസ്ഥാന സർക്കാർ അവിടെ ഭഗവത്ഗീത ഒരു ഉത്സവ രൂപത്തിൽ ആഘോഷിച്ചു വരികയാണ്. ആ കുരുക്ഷേത്രത്തിലാണ് നമ്മൾ പറയുന്ന ഭഗവത്ഗീത മഹാഭാരത യുദ്ധത്തിന് തൊട്ടു മുൻപ് ഉപദേശിച്ചത്. ആ ഉപദേശത്തിന് വിധേയമായി താഴത്ത് വെച്ച അമ്പും വില്ലും അർജുനൻ എടുത്തു. ഒരു മഹാഭാരത യുദ്ധമല്ല, എത്ര വേണമെങ്കിൽ പൊരുതാം എന്ന് പറഞ്ഞു. 18 ദിവസത്തെ യുദ്ധം അവസാനിച്ചു. അപ്പോഴാണ് യുധിഷ്ഠിരൻ്റെ മനസ്സിൽ പുതിയ ഒരരങ്ങേറ്റം. കർണൻ തൻ്റെ ജ്യേഷ്ഠനാണെന്ന് മനസ്സിലായതോടുകൂടി അതികഠിനമായ ദുഃഖത്തിന് ഇരയായി തീർന്നു യുധിഷ്ഠിരൻ്റെ മനസ്സ്. അമ്മ എന്തുകൊണ്ടാണ് ഈ സത്യം എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചത്? ഇത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ സർവസ്വവും ജ്യേഷ്ഠൻ്റെ മുൻപിൽ കൊണ്ടുപോയി കാക്കൽ വെച്ച് നമസ്കരിച്ച് ഈ രക്തച്ചൊരിച്ചൽ ഒഴിവാക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ വേദനയുണ്ടല്ലോ, അത് നിർത്താൻ പറ്റിയില്ല. പലരും ഉപദേശിച്ചു, കൃഷ്ണനും ഉപദേശിച്ചു, ഫലമുണ്ടായില്ല. കൃഷ്ണൻ്റെ വാക്കുകൾക്കും വേണ്ടത്ര ഫലമുണ്ടായില്ല. അപ്പോഴാണ് വേദവ്യാസ മഹർഷി നിർദ്ദേശിച്ചത്,
ഈ യുദ്ധത്തിൻ്റെ എല്ലാം പ്രതിനിധിയായി, എല്ലാറ്റിൻ്റെയും പ്രതിനിധിയായി ആരാധ്യനായിരിക്കുന്ന മുത്തശ്ശൻ അവിടെ ശരശയ്യയിൽ കിടക്കണു. ഉത്തരായനം പ്രതീക്ഷിച്ചുകൊണ്ട് ദേഹം വിടാൻ ആ മുത്തശ്ശൻ്റെ അടുക്കലേക്ക് പോയി ചോദിക്കൂ, സങ്കടം പറയൂ, പരിഹാരമുണ്ടാക്കുന്നു. അപ്പോഴാണ് ഞാൻ എങ്ങനെ പോവും, മുത്തശ്ശനെ തട്ടിയിടാൻ എന്താ വഴി എന്ന് ചോദിച്ച പേരക്കുട്ടിയല്ലേ ഞാൻ. ഇപ്പോൾ തട്ടിയിട്ടൊക്കെ കഴിഞ്ഞു, യുദ്ധവും ജയിച്ചു, എന്നിട്ടിപ്പോൾ ദുഃഖാണെന്ന് പറഞ്ഞ് പോവാൻ നാണാവില്ലേ? അതുകൊണ്ട് കൃഷ്ണൻ തന്നെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയി. കൃഷ്ണൻ മുഖവര സംസാരിച്ചു, ആ പേരക്കുട്ടിയെ സമാധാനപ്പെടുത്തു, ചോദ്യത്തിനും ഉത്തരത്തിനൊക്കെ മറുപടിയായി പറയൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ യുധിഷ്ഠിരൻ പറഞ്ഞതിലാണ് വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചത്. ഈ രണ്ടെണ്ണത്തിനും ഇടയിൽ 18 ദിവസമേ ഉള്ളൂ. ഒന്ന് യുദ്ധാനന്തരം പാപഭീതിയൊക്കെ പോയി മനസ്സ് തെളിയാൻ, ഇതോ സംശയങ്ങളും ഭ്രമങ്ങളും ഭയവുമെല്ലാം പോയി ബുദ്ധിയും മനസ്സും ഉറച്ചു നിൽക്കാൻ കർമ്മശേഷിക്ക് വേണ്ടി. ഇങ്ങനെ 2 ഉപദേശമാണ്. ആ 2 ഉപദേശത്തിൽ രണ്ടാമത്തെ ഉപദേശം ഇത് കുരുക്ഷേത്രത്തിൽ നടന്നത്. കൃഷ്ണൻ്റെ ജീവിതത്തിൽ 2 ഉപദേശമാണ്. ഒന്ന് പടക്കളത്തിൽ വെച്ച് കൊടുത്തത്, പിന്നെ ദ്വാരകയിൽ താനും ഉദ്ധവനും മാത്രമായിരിക്കുമ്പോൾ വെച്ച് കൊടുത്തത്. അതിൽ പറയുന്ന ഒരു ശ്ലോകമാണത്. ന പാരമേഷ്ഠ്യം ന മഹേന്ദ്രധിഷ്ണ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീര പുനർഭവം വാ മയ്യർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത്. ഇവിടെ അഷ്ടാവക്രൻ പറഞ്ഞതെന്താ? ശക്രാദികൾ പോലും അഭിലഷിക്കുന്ന ആ പരമപദം, അവിടെയാണ് യോഗി ചെന്നെത്തുന്നത് നിർദ്വന്ദ്വത പരിശീലിച്ചതെന്ന്. കൃഷ്ണൻ പറയുന്നു, എൻ്റെ ഭക്തനുണ്ടല്ലോ, എൻ്റെ ശരിയായ ഒരു ഭക്തൻ ഈ ലോകത്തിൽ ഒന്നും അഭിലഷിക്കില്ല. ന പാരമേഷ്ഠ്യം, ബ്രഹ്മാവിൻ്റെ സ്ഥാനം പോലും വേണ്ട. ന മഹേന്ദ്രധിഷ്ണ്യം, ഇന്ദ്രപദവിയും വേണ്ട. ന സാർവഭൗമം, ചക്രവർത്തിയുടെ ലോകം മുഴുവനും തൻ്റെ കീഴിലായി ചക്രവർത്തിയായിരിക്കൂ എന്ന് പറഞ്ഞാൽ വേണ്ട. ന രസാധിപത്യം, പാതാള ലോകത്തിലെ ആധിപത്യം വേണമോ? അതും വേണ്ട. ന യോഗസിദ്ധി, യോഗം അഭ്യസിച്ചാൽ അഷ്ടസിദ്ധി അഷ്ടൈശ്വര്യം ഉണ്ടാവും, അത് വേണോ? അതും വേണ്ട. അപുനർഭവം വാ, രണ്ടാമത് ജനിക്കില്ല എന്ന് പറയുന്ന ജീവൻ മുക്തി വേണോ? അതും വേണ്ട. എന്താ പിന്നെ എൻ്റെ ഭക്തന് വേണ്ടതെന്നറിയോ ഉദ്ധവ? മൈ അർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത്, എന്നിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയ ഭക്തനുണ്ടല്ലോ, ആ ഭക്തന് ഞാനല്ലാതെ ഒന്നും വേണ്ട. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറയൂ നിങ്ങൾ? ഒന്ന്, ജ്ഞാനമാർഗത്തിൽ മനസ്സിൻ്റെ ആ പൂർണ്ണതയെ പ്രതിപാദിച്ചുകൊണ്ട് മനസ്സിൽ തന്നെ നിൽക്കണു. ഇവിടെ ഭക്തൻ എന്നുള്ള നിലയ്ക്ക് ഭഗവാനെ ആശ്രയപ്പെടുത്തി അതേ സത്യം പറയുകയാണ്. ഭക്തി മാത്രമേ ഭക്തന് വേണ്ടൂ, വേറെ ഒന്നും വേണ്ട എന്ന്. അടുത്ത ശ്ലോകം. തജ്ഞസ്യ പുണ്യപാപാഭ്യാം സ്പർശോ ഹ്യന്തർന ജായതേ ന ഹ്യാകാശസ്യ ധൂമേന ദൃശ്യമാനാപി സംഗതിഃ. തജ്ഞസ്യ പുണ്യപാപാഭ്യാം, തജ്ഞസ്യ പുണ്യപാപാഭ്യാം, തജ്ഞസ്യ പുണ്യപാപാഭ്യാം, തജ്ഞസ്യ പുണ്യപാപാഭ്യാം സ്പർശോ ഹ്യന്തർന ജായതേ സ്പർശോ ഹ്യന്തർന ജായതേ ന ഹ്യാകാശസ്യ ധൂമേന ന ഹ്യാകാശസ്യ ധൂമേന ദൃശ്യമാനാപി സംഗതിഃ. ദൃശ്യമാനാപി സംഗതിഃ. തജ്ഞസ്യ പുണ്യപാപാഭ്യാം സ്പർശോ ഹ്യന്തർന ജായതേ. വ്യാസദേവൻ 18 പുരാണങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ 18 പുരാണങ്ങളിലും കൂടി 4 ലക്ഷം ശ്ലോകങ്ങളാണ്. എത്രയാ? 80,000 ശ്ലോകങ്ങളുള്ള പുരാണങ്ങളുണ്ട്. 4 ലക്ഷം ശ്ലോകങ്ങളാണ്. ആ 4 ലക്ഷം ശ്ലോകങ്ങളിലും കൂടി വ്യാസദേവൻ എന്താ പറഞ്ഞിരിക്കണേന്ന് ചോദിച്ചാൽ പറഞ്ഞത് വ്യാസസ്യ വചനദ്വയം, 2 വാക്കേ പറഞ്ഞിട്ടുള്ളൂ. 18 പുരാണങ്ങളിലും കൂടി വ്യാസൻ പറഞ്ഞിട്ടുള്ള വാക്ക് 2 ഉള്ളൂ. പരോപകാര പുണ്യായ പാപായ പരപീഡനം. അന്യന് ഉപകാരം ചെയ്താൽ അത് പുണ്യമായി,
ഉപദ്രവിച്ചാൽ അത് പാപമായി. അപ്പം നിങ്ങൾ ധർമ്മ വിഷയത്തിൽ എന്തിനാണ് നിങ്ങൾ ഇരയാവുന്നത് എന്ന് ചോദിച്ചാൽ പാപപുണ്യങ്ങൾക്കാണ്. നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്തോളൂ അതൊക്കെ പാപവും പുണ്യവുമായിട്ട് തരംതിരിക്കപ്പെടും. ആ എല്ലാ പ്രവൃത്തികൾക്കും കൂടി ഉണ്ടാവുന്ന ഒരേ ഒരു ദ്വന്ദ്വഫലമാണ് പാപം പുണ്യം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നു തജ്ഞസ്യ, സത്യമറിഞ്ഞവൻ. എന്താണ് സത്യം? അതിനെ അറിഞ്ഞവൻ. എന്താണ് ഈ അത്? ദൃശ്യത്തിലുള്ള വൈവിധ്യമല്ല, ദ്രഷ്ടാവിൻ്റെ ഏകത്വമാണ്. നമ്മളെല്ലാവരും ഒരുപോലെ ഞാൻ 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 എന്ന് പറയുന്നു. അതിനർത്ഥം എന്താ? നമ്മുടെ ഉള്ളിലുള്ള ഞാൻ ഒരുപോലെയുള്ളതാണെന്ന്. ഇതിലധികം നിങ്ങൾക്ക് തെളിവെന്ത് വേണം? പുരുഷനും പറയണു, സ്ത്രീയും പറയണു, കുട്ടിയും പറയണു, മുതിർന്നവനും പറയണു, ഇന്ത്യക്കാരൻ പറയണു, മറ്റു രാജ്യക്കാരും പറയണു, മരിക്കാൻ കാലത്ത് പറയണു, ജനിച്ചതിന് ശേഷം പറയണു, രാത്രി പറയണു, പകൽ പറയണു, പാപം ചെയ്തിട്ട് പറയണു, പുണ്യവാനായിട്ട് പറയണു. അപ്പം ഈ ഞാനും വല്ല വ്യത്യാസമുണ്ടോപ്പാ? എന്താ വരും മിണ്ടാത്തെ? ഉണ്ടോ? അത് മനസ്സിലാക്കി. ആ സത്യത്തെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് എന്ത് ഉൾപ്പൊരുളിനെയാണോ സൂചിപ്പിക്കുന്നത് അത് മനസ്സിലാക്കണം നമ്മൾ. ആ തജ്ഞസ്യ പുണ്യപാപാഭ്യാം സ്പർശോ ഹ്യന്തർന ജായതേ. ആ ആൾക്ക് പിന്നെ പുണ്യവും പാപവും തൻ്റെ ഉള്ളിനെ ബാധിക്കുന്നില്ല. എന്ത് കർമ്മം ചെയ്തോളൂ, എവിടെ വേണമെങ്കിൽ ചെയ്തോളൂ, എത്ര വേണമെങ്കിൽ ചെയ്തോളൂ, അതിനെല്ലാം കൂടിയുള്ളത് പാപപുണ്യം എന്ന് പറയുന്ന രണ്ട് ഫലമാണ്. അത് രണ്ടും ഉള്ളിലേശുന്നില്ല. ഏതുപോലെ? ഏതുപോലെ? ആകാശസ്യ ധൂമേന സംഗതി ന ഭവതി. ഈ ആകാശത്തിൽ എത്ര പൊടി പടലങ്ങളാണ് പാറിപ്പറന്ന് നടക്കുന്നത്. ഇപ്പം ഗ്രീൻ ഹൗസ് എന്നൊക്കെ പറയുന്നുണ്ട്, ഗ്രീൻ ഗ്യാസ് എന്നൊക്കെ പറയുന്നുണ്ട്. എത്രയാണ് ഇവിടെ? ഇങ്ങനെയുള്ള പൊടി പടലങ്ങൾ കൊണ്ട് ആകാശത്തിന് എന്തെങ്കിലും തരത്തിൽ ഒരു മറവോ പുകയോ ബാധയോ ഉണ്ടാവുന്നുണ്ടോ? ന്യൂക്ലിയർ ബോംബ് എക്സ്പ്ലോഡ് ചെയ്താൽ എനിക്ക് പറയാനുള്ളത് ഭൂമിക്ക് ബാധിക്കും, വെള്ളത്തിനും കാറ്റിനും ഒരു പക്ഷേ അഗ്നിക്ക് വരെ ബാധിക്കും. ആകാശത്തിൽ ബാധയേൽക്കില്ല. നിങ്ങൾ ഭൂമിയിൽ ഒരു കുഴി കുഴിച്ചാൽ ആ കുഴി അവിടെ കിടക്കും. വെള്ളത്തിൽ കുഴിച്ചാലോ, കാറ്റിൽ കുഴിച്ചാലോ, ആകാശത്തിലോ ഒക്കെ കുഴിക്കണത് തന്നെയാണ്. അതുപോലെയാണ് നഹ്യ ആകാശസ്യ ധൂമേന ദൃശ്യമാനാപി സംഗതി. നമ്മൾ കാണുമ്പോൾ പൊടിയൊക്കെ കാറ്റിലുണ്ടെന്ന് നമുക്ക് തോന്നും. അതൊക്കെ ഉണ്ടെങ്കിലും ആകാശത്തിന് സ്വല്പം പോലും സ്പർശമില്ല. എൻ്റെ കൂട്ടരെ ഇനി പറയണത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ആകാശം ദ്രവ്യാകാശമാണ്, ജഡാകാശമാണ്. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ളതോ ചിദാകാശമാണ്. അത് ദ്രവ്യവുമല്ല, ഊർജവുമല്ല. നൈദർ ഈസ് ഇറ്റ് മാറ്റർ നോർ ഈസ് ഇറ്റ് എനർജി. It is altogether a different presence, a different prevalence, a different kind of existence, which is neither material nor energial, being absolutely supra-material and supra-energial. In the presence that animates and activates your body, how can you think of any kind of an affectation at all? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ മനസ്സിലെ എത്ര ചിന്തകൾ ഉത്പത്തിയായി കഴിഞ്ഞു. ആ ചിന്തകളൊക്കെ അവിടെ തന്നെയാണ് കെട്ടണങ്ങുന്നത്. മനസ്സിൽ എത്ര തവണ ദേഷ്യപ്പെട്ടു, എത്ര തവണ സ്നേഹം കൊണ്ടു, പലതും ഉണ്ടായി. അത് ഉണ്ടായിക്കഴിഞ്ഞാലും അവിടെ തന്നെയാണ് അത് ഉപശമിക്കുന്നത്. മനസ്സിൽ നിന്ന് പുറപ്പെട്ടത് മനസ്സിൽ തന്നെ ഉപശമിക്കുന്നു. അങ്ങനെ എല്ലാറ്റിനെയും ഉപശമിപ്പിക്കാനുള്ള ഒരു ശക്തി, ഒരു മഹത്വം മനസ്സിനുണ്ടെങ്കിൽ പിന്നെ എന്താണ് നമുക്കിവിടെ പ്രശ്നം? നഹി ആകാശസ്യ ധൂമേന ദൃശ്യമാനാപി സംഗതി. ഒരിക്കലും നമ്മൾ കാണുന്നുണ്ടെങ്കിലും ആകാശത്തിന് അതുകൊണ്ട് ഒരു ബാധയുമില്ല. അതേമാതിരി പുണ്യപാപം കൊണ്ട് സ്വല്പമെങ്കിലും സ്പർശമില്ലാത്തതാണ് നമ്മുടെ ഉള്ളിലുള്ള ആ പ്രജ്ഞാവിശേഷം. നമ്മുടെ ഉള്ളിലുള്ള ചേതനാത്മകമായ സത്ത, ചേതന തന്നെ ഒരിക്കലും ബാധിക്കില്ല. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ. കൃഷ്ണൻ 2-ാം അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ ഈ പറയുന്ന സമത്വ ബുദ്ധിയോഗം പരിശീലിച്ച് ബുദ്ധി വേണ്ടത്ര അലങ്കൃതമായി, പ്രബുദ്ധമായി, സ്ഥിരമായി, സമ്പുഷ്ടമായി എന്നുണ്ടെങ്കിൽ ഉഭേ സുഹൃത ദുഷ്കൃതേ ജഹാദീഹ
ആ ആൾക്ക് ഇവിടെ ദുഷ്കൃതം പോലെ സുഹൃതവും ആവശ്യമില്ല എന്ന്. നിങ്ങൾ കേൾക്കിട്ടുണ്ടോ അപ്പം അത്? നോക്കൂ, സുഹൃതം പോലും വേണ്ടാന്ന് എവിടെ പറയണു? ഈ സ്ഥിതിയെപ്പറ്റി ഒന്ന് ആലോചിക്കുമപ്പാ. ഞാനിനി സുഹൃതത്തിൻ്റെ പിന്നാലെ പോകുന്നില്ല. ദുഷ്കൃതം വേണ്ടല്ലോ, വേണ്ട. സുഹൃതവും കൂടി വേണ്ട. ഇങ്ങനെ ഒരു നിലയിൽ എത്തിച്ചേരണു ആ മനുഷ്യൻ. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ. നമ്മുടെ ശുകമഹർഷി നിർവാണാഷ്ടകം എന്ന് പറഞ്ഞൊരു അഷ്ടകം രചിച്ചിട്ടുണ്ടത്രേ. വളരെ പ്രസിദ്ധമാണ്. ഭേദാഭേദൗ സപതി ഗലിതൗ പുണ്യപാപേ വിശീർണേ മായാമോഹൗ ക്ഷയമുപഗതൗ നഷ്ടസന്ദേഹവൃത്തേ ശബ്ദാതീതം ത്രിഗുണരഹിതം പ്രാപ്യ തത്വാവബോധം നിസ്ത്രൈഗുണ്യേ പഥി വിചരതഃ കോ വിധി കോ നിഷേധഃ. ഇതാണപ്പ ഭാരതം. ഇതാണ് ഭാരതം. നോക്കൂ പാടുന്ന പാട്ട്. നിസ്ത്രൈഗുണ്യേ പഥി വിചരതഃ. ഇതാണ് കൃഷ്ണൻ ആദ്യമായി അർജുനനോട് പറഞ്ഞത്. ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. ഈ വേദങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്നതും പ്രതിപാദിക്കുന്നതും സത്വം രജസ് തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. അത് നമുക്കിപ്പോൾ ഓൾറെഡി ഉണ്ട്. ഇത് വിട്ട് ഈ വേദം പറയുന്നതൊക്കെ ചെയ്തിട്ട് പിന്നെ ത്രിഗുണ കാര്യങ്ങളിലേക്ക് പിന്നെയും പോണോ? അത് പറയുന്ന സ്വർഗമാകട്ടെ എന്തോ ആകട്ടെ ഒക്കെ ഗുണങ്ങളുടെ ഉള്ളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നീ എന്തു വേണം അർജുന? നിസ്ത്രൈഗുണ്യോ ഭവാർജുന. നിസ്ത്രൈഗുണ്യനായിത്തീര്. ഗുണങ്ങളെ മുഴുവനും അതിക്രമിക്കണം, അതിജീവിക്കണം. ഗുണങ്ങൾ ബാധിക്കാത്തൊരു നിലയിലെത്തിച്ചേരണം. അതിനു വേണ്ടി പരിശ്രമിക്കൂ. അതിനുള്ള വഴി എന്താ? നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ. ഈ സുഖം ദുഃഖം എന്ന് പറയുന്ന ദ്വന്ദ്വങ്ങളുണ്ടല്ലോ, അത് രണ്ടിനെയും ഒരുപോലെ കാണണം എന്ന് ഉപദേശിക്കുന്ന ഭാഗമുണ്ട്. എത്ര വിശേഷപ്പെട്ടതാ. നിർവാണാഷ്ടകത്തിൽ ശുകമഹർഷി പറയുകയാണ്, നിസ്ത്രൈഗുണ്യേ പഥി വിചരതഃ. ആ നിസ്ത്രൈഗുണ്യ മാർഗത്തിലാണ് ഈ ഉള്ളവൻ സഞ്ചരിക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് കോ വിധി കോ നിഷേധ. പ്രോഹിബിഷൻ, ഇഞ്ചങ്ഷൻ, വിധി നിഷേധം എന്ന് പറയുന്ന ശാസ്ത്രത്തിൻ്റെ 2 കാര്യങ്ങൾ എനിക്കുണ്ടോ? ഞാനിങ്ങനെ സഞ്ചരിക്കുന്നു. എന്നെക്കൊണ്ട് ഒരാൾക്കും ഉപദ്രവമില്ല. ഞാൻ ഈ ലോകത്തിൽ നിന്നും ഒന്നും ഹഠാത് ആവശ്യപ്പെടുന്നില്ല. എനിക്കൊരഭിലാഷമില്ല. ഞാൻ ഒന്നിൻ്റെയും ദാസനല്ല. ഒന്നിനെയും ദാസനാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഭഗവാനോട് എനിക്കൊന്നും ചോദിക്കാനില്ല. ഞാൻ എൻ്റെ പാട്ടിൽ ഇങ്ങനെ കാറ്റ് പോലെ ആകാശം പോലെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. അങ്ങനെ സഞ്ചരിക്കുന്ന എനിക്ക് എന്താണ് ഇവിടെ വിധി നിഷേധം മാനിക്കാനും അനുസരിക്കാനും? ഇങ്ങനെ ഒരു നില എങ്ങനെ വരണു? ഭേദാഭേദൗ സപതി ഗലിതൗ. ബാ, ഭേദം അഭേദം 2 1. ഈ 1 എന്ന് പറയണത് എപ്പോഴാണ്? 2 ഉള്ളപ്പോൾ. 2 തന്നെ വേണ്ടാന്ന് വെച്ചാലോ പിന്നെ 1 വേണോ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇത് വലിയൊരു ജഗ്ലറി ആവുന്നുണ്ട്. 2 എന്ന് പറയുമ്പോഴാണല്ലോ 1. 2 എന്നൊന്നും ഇല്ല എന്ന് വെച്ചാൽ പിന്നെ ഒന്നും വേണ്ടല്ലോ. ഭേദാഭേദൗ സപതി ഗലിതൗ. 2 എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു ഭാവന, സങ്കല്പം, പ്രത്യയമാണ്. അതേ മനസ്സിൻ്റെ വേറെ ഒരു കൗണ്ടർ സങ്കല്പമാണ്, വിപരീത സങ്കല്പമാണ് 1 എന്ന് പറയുന്നത്. 2നെയും മനസ്സങ്കല്പം മനസ്പത്യമായി കണ്ടാൽ കഴിഞ്ഞില്ലേ കാര്യം? 2നും 1നും തമ്മിൽ എന്താ വ്യത്യാസം? ഭേദാഭേദൗ സപതി ഗലിതൗ പുണ്യപാപേ വിശീർണേ. അങ്ങനെ വരുമ്പോൾ പുണ്യവുമില്ല പാപവുമില്ല, 2ഉം ശിഥിലമായി ജീർണമായി പോയി. മായാമോഹൗ ക്ഷയമുപഗതൗ. നിങ്ങൾ കേൾക്കണുള്ളൂ അത്? എത്ര മധുരമായിട്ടുള്ള ഗാനമാണ്. മായാമോഹൗ ക്ഷയമുപഗതൗ. മായാമോഹം എന്നൊക്കെ പറയുന്ന സങ്കല്പങ്ങളുണ്ടല്ലോ, കുറേ കാലമായി നമ്മളെ പിടികൂടിയിട്ടുണ്ട്. അത് പാവം. ഞാൻ നിസ്ത്രൈഗുണ്യനും നിർദ്വന്ദ്വനും ആയപ്പോൾ അത് തന്നെത്താനെ ക്ഷയിച്ചു പോയിരിക്കുന്നു. അതിന് ഇരിക്കാൻ സ്ഥാനമില്ല. ക്ഷയമുപഗതൗ നഷ്ടസന്ദേഹവൃത്തേ. എനിക്ക് ഒരു വിധത്തിലുള്ള സന്ദേഹമോ സംശയമോ ഒന്നിനെക്കുറിച്ചുമില്ല.
എന്താ കാരണം? ശബ്ദാതീതം ത്രിഗുണരഹിതം പ്രാപ്യ തത്വാവബോധം. ഈ പറയുന്നതൊക്കെ എന്താ? തത്വമാണ്. ഈ തത്വം ഞാനിവിടെ ശബ്ദരൂപത്തിൽ, പദരൂപത്തിൽ, വാക്ക് രൂപത്തിൽ, വാക്യരൂപത്തിൽ പറയണു. നിങ്ങളിവിടെ ഒന്നും കാണുന്നില്ല. പറയുന്ന വക്താവിനെ കണ്ണുകൊണ്ട് കാണുന്നു. ശബ്ദം നിങ്ങൾ കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ശബ്ദം കർണപുടങ്ങളിൽ വന്ന് തട്ടി മസ്തിഷ്കത്തിലേക്ക് എത്തുമ്പോൾ ആ ശബ്ദം മാറി നിന്നു. അതിലൂടെ വന്ന ആശയങ്ങൾ, പ്രത്യയങ്ങൾ, ഭാവങ്ങൾ, ആ ജ്ഞാനം, അതാണ് ബുദ്ധിയിൽ പതിയുന്നത്. അങ്ങനെ ബുദ്ധിയിൽ പതിയുന്ന ഈ അവബോധം, തത്വപ്രബോധന പ്രക്രിയ ഉണ്ടല്ലോ, അതിൽ ആ ബുദ്ധി അങ്ങോട്ട് പ്രവേശിച്ച് പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ ശബ്ദാതീതം ത്രിഗുണരഹിതം പ്രാപ്യ, ആ തത്വപ്രബോധനത്തിൻ്റെ സ്വാധീനത്തിനാൽ, അതിൻ്റെ മഹിമയാൽ, അതിൻ്റെ ഫലത്താൽ എവിടേക്കാ മനസ്സ് പോണത്? ശബ്ദാതീതം, വിവരിക്കാൻ പറ്റാത്തത്, ത്രിഗുണരഹിതം, 3 ഗുണങ്ങളും ഒരുപോലെ ഇല്ലാതെയാവുന്ന ഒരു നിലയിൽ ഞാൻ എത്തിച്ചേരണു. ഈ തത്വബോധം അങ്ങനത്തതാണ്. അങ്ങനെ വരുമ്പോൾ നിസ്ത്രൈഗുണ്യേ പഥി വിചരത കോ വിധി കോ നിഷേധ. നിസ്ത്രൈഗുണ്യമായിരിക്കുന്ന ഒരു മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഞാൻ, എനിക്ക് എന്താണപ്പാ വിധി, എന്താണ് നിഷേധം? ഈ വേദങ്ങൾ മുഴുവൻ വിധി നിഷേധങ്ങളാണ് നമ്മൾക്ക് തരുന്നത്. ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യൂ, ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം എന്നിങ്ങനെ പറയണു. ഈ രണ്ടിനും എന്താണ് പ്രസക്തി? ലോകത്തിൽ ജീവിച്ച് ലോകത്തിൽ നിന്ന് എന്തെങ്കിലും വേണം, ലോകത്തിന് എന്തെങ്കിലും കൊടുക്കണം, എങ്ങനെയുള്ള അഭിപ്രായം? എനിക്ക് തള്ളാനുമില്ല, കൊള്ളാനുമില്ല, വേണമെന്നുമില്ല, വേണ്ടാന്നുമില്ല, ഇഷ്ടവുമില്ല, അനിഷ്ടവുമില്ല. വൃക്ഷങ്ങൾ എങ്ങനെയോ, നദികൾ എങ്ങനെയോ, ഭൂമി തന്നെ എങ്ങനെയോ, പഞ്ചഭൂതങ്ങൾ എങ്ങനെയോ, അതുപോലെ പാഞ്ചഭൗതികമായ ഈ ശരീരത്തിൽ ഞാനും ജീവിക്കുന്നു. എനിക്ക് ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണം എന്നുള്ള വിചാരമില്ല, വേണ്ട എന്നുള്ള വിചാരവും ഇല്ല. രണ്ടുമില്ലാതെ മനസ്സിനെ ഉഭയാതീതമായ ഒരു നിലയിൽ എത്തിച്ചേർന്ന് ഞാൻ അങ്ങനെ സസുഖം വിഹരിക്കുകയാണ്. ഭേദാഭേദൗ സപദി ഗലിതൗ പുണ്യപാപേ വിശീർണേ മായാമോഹൗ ക്ഷയമുപഗതൗ നഷ്ടസന്ദേഹവൃത്തേ ശബ്ദാതീതം ത്രിഗുണരഹിതം പ്രാപ്യ തത്വാവബോധം നിസ്ത്രൈഗുണ്യേ പഥി വിചരതഃ കോ വിധി കോ നിഷേധഃ. ഞാൻ ആദ്യമായി ഈ ശ്ലോകം വായിച്ചത് കുറേ കൊല്ലം മുൻപാണ്. ഞാൻ വായിക്കാറില്ല അങ്ങനെ. എന്തെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ അത് എഴുതാനും പറയാനും വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ വായിച്ചാൽ ഉടനെ അത് പറയണമെന്ന് തോന്നും, അല്ലാണ്ട് പിന്നെ എനിക്കത് വായിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ശ്ലോകം വായിച്ചപ്പോൾ എന്തുമാത്രം ഒരു സന്തോഷവും ഒരു തൃപ്തിയും തോന്നിയെന്നറിയോ? നമ്മുടെ പൂർവികർ ഇത്ര ഭംഗിയായി ഈ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് അവരുടെ സ്വന്തം അനുഭവം എത്ര ഭംഗിയായി പാടിയിരിക്കണം. ലോകത്തിലുള്ളവരെല്ലാവരും ഇതിൻ്റെ നൂലാമാലകളിൽപ്പെട്ട് അല്ലലും അലട്ടുമായി കഴിയുന്നവരാണ്. അങ്ങനെയൊന്നും കഴിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കുട്ടികളെ പോലെ കളിച്ച് നടന്ന് ഈ ലോകത്തിൽ കഴിഞ്ഞുകൂടാ. ഈ ലോകം നിങ്ങളെ ഒരു വിധത്തിലും ബാധിക്കില്ല. നമ്മളെ ബാധിക്കാനല്ല ഈ ലോകം, നമ്മളെ അലങ്കരിക്കാനാണ്. കൃഷി ചെയ്യൂ, ഫലങ്ങൾ ഉണ്ടാക്കൂ, അത് കേടുവരുത്തരുത്. മോഹം കൊണ്ടും ആർത്തി കൊണ്ടും വിഷവിത്തുകൾ കുത്തിയിടരുത്, വിഷം തെളിക്കരുത്, മനുഷ്യർക്ക് വിഷത്തീറ്റ കൊടുക്കരുതപ്പാ, അരുത്. നിങ്ങളുടെ വയറ്റിനെ ശവക്കുഴിയാക്കരുത്. സസ്യഭക്ഷണം കഴിക്കൂ, ശവക്കുഴിയാക്കാനല്ല നമ്മുടെ വയറ്. ശവപ്പറമ്പാക്കണോ നമ്മുടെ വയറ്റിനെ? നല്ല സാധനങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യൂ, കൃഷി ചെയ്യൂ, ഭംഗിയായി വയ്ക്കൂ, ഉപ്പും മുളകുമൊക്കെ മിതമായി ചേർക്കൂ, വ്യഞ്ജനങ്ങളും മിതമായി ചേർക്കൂ, കഠിനമായ ഒരു രസവും വേണ്ട, വിശപ്പ് മാറുവോളം ഊണ് കഴിക്കൂ. പിന്നെ വിശന്നാലേ ഊണ് കഴിക്കണ്ടൂ. കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ കഴിച്ചോളൂ, അല്ലെങ്കിൽ വംശം തന്നെ അറ്റുപോവും. വംശവൃദ്ധിക്ക് അത് ആവശ്യമാണ്.
കുട്ടികളെ പഠിപ്പിക്കൂ. അവർ മുതിർന്ന അവരുടെ കയ്യിൽ നിങ്ങൾ ജീവിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുക്കൂ. സന്തോഷമായിട്ട് ജീവിക്കൂ. നിങ്ങളുടെ കുടുംബം കൊണ്ട് നിങ്ങൾ ദുഃഖിക്കരുത്. കുടുംബാംഗങ്ങളെ കൊണ്ട് നിങ്ങൾ ദുഃഖിക്കരുത്. നിങ്ങളുടെ കയ്യിലുള്ള വസ്തുവകകളെ ചൊല്ലി നിങ്ങൾ ദുഃഖിക്കരുത്. അങ്ങനെ ദുഃഖിക്കാതെ നിർദുഃഖം കാറ്റ് പോലെ, ആകാശത്തെ പോലെ, സമുദ്രം പോലെ, ഭൂമി പോലെ, പർവ്വതം പോലെ ജീവിക്കാനുള്ളൊരു വഴിയുണ്ടപ്പാ. അത് നമ്മുടെ ജന്മാവകാശമാണ്. മനുഷ്യനുള്ള ഒരു കുത്തകയാണത്. ആ കുത്തകയാണ് ഇവിടെ പാടിയിരിക്കുന്നത്. ഭേദാഭേദൗ സപതി ഗളിതൗ പുണ്യപാപേ വിശീർണേ മായാമോഹൗ ക്ഷയമുപഗതൗ നഷ്ടസന്ദേഹവൃത്തേ ശബ്ദാതീതം ത്രിഗുണരഹിതം പ്രാപ്യ തത്വാവബോധം നിസ്ത്രൈഗുണ്യേ പഥി വിചരതഃ കോ വിധി കോ നിഷേധഃ. കൈ രണ്ടും പൊക്കി ഡാൻസ് കളിക്കാം. പേടിക്കരുതപ്പാ ഈ ലോകത്തെ. ഇത് നമ്മളെ പൂർണ്ണമാക്കാനാണ്, സന്തോഷിപ്പിക്കാനാണ്. നിങ്ങൾ ലോകം പറയാണ് എന്നെ എൻ്റെ പാട്ടിൽ വിടൂ, നിങ്ങളുടെ കാലം ഇവിടെ ജീവിച്ച് സന്തോഷ സാഫല്യത്തോടു കൂടി നിങ്ങൾ പൊക്കോളൂ, ഞാൻ എൻ്റെ പാട്ടിലിരുന്നോളാം, എന്നെ നിങ്ങൾ കേടുവരുത്തരുത്. വരും തലമുറയ്ക്ക് ഭംഗിയായിട്ടുള്ള ഒരു ഭൂമി കൊടുക്കൂ, നന്നായിട്ടുള്ളൊരു വായു കൊടുക്കൂ, നല്ല ജലം കൊടുക്കൂ. അഗ്നി വേണ്ടതുപോലെ ജ്വലിക്കട്ടെ സമ്പുഷ്ടമായി. പഞ്ചഭൂതങ്ങളെല്ലാം ആരോഗ്യത്തോടു കൂടി ഇരിക്കത്തക്ക വിധത്തിലുള്ള ഒരു ജീവിത പദ്ധതി വളർത്തിയെടുത്ത് എല്ലാവർക്കും സ്തുത്യർഹമായ ജീവിതത്തിൽ സന്തോഷ നിർഭരരായി ജീവിക്കൂ എന്നാണ് ലോകത്തിന് പറയാനുള്ളത്. അതിനുള്ള വഴിയാണ് ഇവിടെ പറയുന്നത്. ഇത് സാധിക്കും എൻ്റെ കൂട്ടരെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തരത്തിലുള്ള ആ തത്വവിചാരധാര നിങ്ങളുടെ ഉള്ളിൽ എന്നും പ്രശോഭിക്കട്ടെ ഊർജ്ജസ്വലമായി. അതിനായി ഞാൻ സർവ്വ ആൾക്കാരെയും ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. നമുക്ക് ബാക്കിയുള്ളത് നാളെ തുടരാം. ശാന്തസ്വഭാവമജരാത്മകമേകസത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവം അഹം തദേവ തദ്ദൈവമേവ മമ സർവമഹം തദേവ. ഹരി ഓം ഹരി ഓം ഹരി. നമുക്ക് എല്ലാവർക്കും കൂടി സമാപനം ഒരു ഓങ്കാരം ജപിച്ച് സമാപനം കഴിച്ച് നിർത്താം. ഓ ഹരി ഓം തത്സത്. ജയ ഗുരു.